So, good morning, everyone. Welcome to Business Opening Training Program. ഇന്നത്തെ ഒരു പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതായത് ഒരു വ്യക്തി ബിസിനസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വളരെ പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ പഠിക്കാനുണ്ട്. ആക്ച്വലി നിങ്ങൾ കൂടുതൽ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ കൂടുതൽ വിജയിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നത്. വലിയ വലിയ സ്വപ്നങ്ങളുള്ളവർ, വലിയ നേട്ടങ്ങൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, തീർച്ചയായിട്ടും അവർക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ അത് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് മോഡൽ തന്നെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിൽ യാതൊരു സംശയവുമില്ല. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബിസിനസ് പ്രോഗ്രാമാണ് ബിസിനസ് ഓപ്പണിംഗ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ടീം ഗ്ലോബൽ ലേണിംഗ് സിസ്റ്റം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് വളരെ ശക്തമായ ഒരു ഡയറക്ട് സെല്ലിംഗ് ഓർഗനൈസേഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് അഭിമാനം അതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ. വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനും എൻ്റെ സുഹൃത്ത് മിസ്റ്റർ ദിനേഷ് നാരായൺ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ടീം ഗ്ലോബൽ ലേണിംഗ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ പേര് ജിഷാദ് ബക്കർ, ഗ്ലോബൽ ബ്ലാക്ക് ഡയമണ്ട് ഡയറക്ടർ, മോദി കെയർ ലിമിറ്റഡ്. നമ്മളുടെ സിസ്റ്റത്തിൽ നിന്ന് നിരവധി ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ആ ഒരു സീരീസിലേക്ക് വരുന്ന ഒരു പ്രോഗ്രാമാണ് ബിസിനസ് ഓപ്പണിംഗ് ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതിന്റെ പൊസിഷനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പൊസിഷനിങ് എന്ന് പറയുമ്പോൾ എവിടെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം നമ്മുടെ ടീമിലുള്ളവർക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യേണ്ടത് വളരെ വ്യക്തമാണ്. ഒരു വ്യക്തി ബിസിനസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തി ആദ്യം പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നു, അതിനുശേഷം ടൂൾസ്, ബിസിനസ് ടൂൾസ് ആൻഡ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം അദ്ദേഹം പ്രീ ബിസിനസ് കോച്ചിങ് പ്രോഗ്രാം, PBC അതല്ലെങ്കിൽ ഷുരുവാത്, ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം, അതാണ് ഫസ്റ്റ് ലെവൽ പ്രോഗ്രാം. ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതിനു ശേഷമായിരിക്കണം ബിസിനസ് ഓപ്പണിംഗ് ട്രെയിനിങ് പ്രോഗ്രാം നിങ്ങൾ പരിചയപ്പെടുത്തേണ്ടത്. ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത്, ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന പല കാറ്റഗറിയിലുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. 4 രീതിയിലൂടെ, 4 പെർസെപ്ഷനിലൂടെ, 4 കാഴ്ചപ്പാടിലൂടെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിനെ കാണാം. നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനും ചെയ്യാനും നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് ഉപകരിക്കും. ദാറ്റ് മീൻസ് ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് ഉപകരിക്കും. ലേൺ ആൻഡ് ഡു. നിങ്ങൾക്കത് പഠിക്കാം, നിങ്ങൾക്കത് ചെയ്യാം. കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ ഈ ബിസിനസ്സിലുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് അത് ഉപകരിക്കും. ദാറ്റ് മീൻസ് റിപ്പീറ്റ്. നിങ്ങൾ ഒരു ലീഡർഷിപ്പിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ, ടീച്ച്, അതിനും നിങ്ങൾക്ക് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നിങ്ങൾക്ക് ഉപകരിക്കും. ഇങ്ങനെ 4 രീതികളിലായിരിക്കണം നിങ്ങൾ ഈ പ്രോഗ്രാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ലേൺ, ഡു, റിപ്പീറ്റ് ആൻഡ് ടീച്ച്. കാരണം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ബിസിനസ് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, നിങ്ങളെക്കാൾ മികച്ച ലീഡേഴ്സിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഈ ബിസിനസ്സിൽ വലിയ വിജയങ്ങൾ നിങ്ങൾ കരസ്ഥമാക്കുന്നത്. ദാറ്റ് മീൻസ് ലീഡർഷിപ്പ് ക്രിയേഷൻ ആണ് ഈ ബിസിനസിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നിങ്ങൾ മികച്ച ആളാകുന്നു എന്ന് മാത്രമല്ല, നിങ്ങളെക്കാൾ മികച്ചവരെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾ തയ്യാറാവുന്നത്, ആ സമയത്താണ് നിങ്ങൾ ഈ ബിസിനസ്സിൽ കൂടുതൽ വിജയങ്ങൾ നിങ്ങൾ നേടിയെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ് പ്രോഗ്രാമിൽ ഇരിക്കുന്ന സമയത്ത്, ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ ഇരിക്കുന്ന സമയത്ത് ലേൺ, ഡു, റിപ്പീറ്റ് ആൻഡ് ടീച്ച്, ഇതിൽ എവിടെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് നല്ല ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. ഭൂരിഭാഗം ആളുകളും ഒരുപക്ഷെ ലേൺ ആൻഡ് ഡു ആയിരിക്കും, കുറച്ച് ആളുകൾ റിപ്പീറ്റ് ആയിരിക്കും, വളരെ കുറച്ച് ആളുകളായിരിക്കാം ടീച്ച് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് വരുന്നത്. എന്തൊക്കെയാണെങ്കിലും ശരി, ബിസിനസിനെ വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുക. വളരെ അഭിമാനത്തോടെ തന്നെ ഞാൻ പറയട്ടെ, ഇന്ന് മോദി കെയർ ബിസിനസ് അക്രോസ് ഇന്ത്യ ഇന്നൊരു വലിയ തരംഗമായിട്ട് മാറുന്ന സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും ദ ബെസ്റ്റ് ടോപ്പ് 5 ഓർഗനൈസേഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒന്ന് ടീം ഗ്ലോബലാണ്. വളരെ മികച്ച ഒരു നേതൃത്വ നിരയെ നമ്മൾ വാർത്തെടുത്ത് കഴിഞ്ഞു. ഒരുപാട് ആളുകൾ ഇന്ന് ഈ ഒരു ബിസിനസ്സിലൂടെ നിന്ന് വലിയ വലിയ സ്വപ്നങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്കും അതിന് കഴിയട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ, ഒരു ആശംസയോടെ ഞാൻ നിങ്ങൾ എല്ലാവരെയും ഇന്നത്തെ ബിസിനസ് ഓപ്പണിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടെ ഇൻവൈറ്റ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഓപ്പണിംഗ് പ്രോഗ്രാമാണ്. നമ്മൾ ഇതുവരെ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇന്നിവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. പക്ഷേ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിങ് നമ്മൾ വെച്ചിരിക്കുകയാണ്. ഓരോരോ സമയത്ത് നമ്മൾ ഓരോരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. കറക്റ്റായിട്ട് ഓരോരോ സമയത്തും നമ്മൾ എടുക്കുന്ന സെഷൻസ് കറക്റ്റായിട്ട് അതിൻ്റെതായ അർത്ഥത്തിൽ എല്ലാവരും മനസ്സിലാക്കണമെന്ന് ഒരിക്കൽ കൂടെ ഞാൻ റിക്വസ്റ്റ് ചെയ്യണം. Business Opening Training Program
Miles of journey begin with മൈൽസ് ഓഫ് ജേർണി ബിഗിൻ വിത്ത് സിംഗിൾ സ്റ്റെപ്പ്. നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാചകമാണത്. ഒരുപാട് കാതങ്ങൾ നമുക്ക് താണ്ടണമെങ്കിൽ ആദ്യത്തെ ഒരു കാൽവെപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നാണ് നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു വസ്തുത, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരു ജേണിയാണ്. ഇത് ശരിക്കും വളരെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു യാത്രയാണ്. സോ ഈ ഒരു യാത്രയിൽ പൂർണ്ണമായ അർത്ഥത്തിൽ നിങ്ങൾക്ക് ഈ യാത്ര ആസ്വദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് വലിയ ഒരു എഡ്യൂക്കേഷൻ അതിനൊപ്പം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വലിയ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ആസാദി ജേണിയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പ്രോപ്പറായിട്ട് നമ്മളൊരു ബിസിനസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ കോർ ഫിനാൻഷ്യൽ വാല്യൂസ് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. കോർ ഫിനാൻഷ്യൽ വാല്യൂസ്. അപ്പൊ നമുക്കറിയാം 4 കാറ്റഗറി ആളുകളാണ് ലോകത്തുള്ളത്. എംപ്ലോയീസ് ഉണ്ട്, സെൽഫ് എംപ്ലോയീസ് ഉണ്ട്, ബിസിനസ് ഓണേഴ്സ് ഉണ്ട്, ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഈ 4 കാറ്റഗറി നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലായിരിക്കും നമ്മളിപ്പോൾ നിൽക്കുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ ഇന്ന് ഈ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ഭൂരിഭാഗം ആളുകളും എംപ്ലോയീസ് കാറ്റഗറിയിലായിരിക്കാം, അതല്ലെങ്കിൽ സെൽഫ് എംപ്ലോയി കാറ്റഗറിയിലായിരിക്കാം. കുറച്ച് പേര് ബിസിനസ് ഓണേഴ്സ് ആയിരിക്കാം, മേ ബി ഇൻവെസ്റ്റേഴ്സും ഉണ്ടായിരിക്കാം. എന്നിരുന്നാൽ തന്നെയും എന്തുകൊണ്ടാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ കുറച്ച് ആളുകൾ വിജയിക്കുന്നത്, ഒരുപക്ഷെ ഭൂരിഭാഗം ആളുകളും പരാജയപ്പെടുന്നത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർ ഫിനാൻഷ്യൽ വാല്യൂസ് നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ ഏറ്റവും ഉള്ളിന്റെ ഉള്ളിൽ അതിനെയാണ് കോർ എന്ന് പറയുന്നത്. അകക്കാമ്പ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം. സോ ഈ കോർ ഫിനാൻഷ്യൽ വാല്യൂ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ശരിക്കും എങ്ങനെയാണ് ചില ആളുകൾ ഈ ബിസിനസ്സിൽ വിജയിക്കുന്നത്, ചില ആളുകൾ പരാജയപ്പെടുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഫിനാൻഷ്യൽ വാല്യൂസ് നിങ്ങൾ മാറ്റാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാം. മോദിക്കർ ബിസിനസ്സിൽ യാതൊരു സംശയവുമില്ല, ചെറിയ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആസ് എ ടോപ്പ് ലീഡർ, ആസ് എ ടോപ്പ് ഏർണർ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത ഒരാളായതുകൊണ്ടാണ് എനിക്ക് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞത്. നമുക്ക് നോക്കാം എന്താണ് ഈ കോർ ഫിനാൻഷ്യൽ വാല്യൂസ് എന്നുള്ളത്. എംപ്ലോയി ആൻഡ് സെൽഫ് എംപ്ലോയി, ദെൻ ബിസിനസ് ഓണർ, ദെൻ ഇൻവെസ്റ്റർ. 4 കാറ്റഗറി ആളുകളുണ്ട്. പ്രധാനമായിട്ടും എംപ്ലോയീസിന്റെ കാറ്റഗറി, ദാറ്റ് മീൻസ് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കാണുന്ന എംപ്ലോയി കാറ്റഗറിയുടെ പ്രത്യേകത, അവരുടെ കോർ ഫിനാൻഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് സെക്യൂരിറ്റിക്കാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എപ്പോഴും അവരുടെ മനസ്സിലൊരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സെക്യൂർഡ് ആയിരിക്കണം. ദാറ്റ് മീൻസ് കുറച്ചുകൂടെ ഒരു സുരക്ഷിതത്വമാണ് അവർ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ദേ ആർ നോട്ട് റെഡി ടു ടേക്ക് റിസ്ക്. അവർ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആളുകളല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ അവർക്ക് ഇഷ്ടമാണ്. അതിൽ അവർ ആനന്ദം കണ്ടെത്തും. അതാണ് എംപ്ലോയീസിന്റെ പ്രത്യേകത, സെക്യൂരിറ്റി. അതുകൊണ്ടാണ് അവർ എത്ര ക്വാളിഫിക്കേഷൻസ് ഉള്ളതും അല്ലെങ്കിൽ എത്ര ഡിഗ്രികൾ ആളാണെങ്കിലും ശരി, മന്ത്ലി ഒരു സാലറിയിൽ അവർ സാറ്റിസ്ഫൈഡ് ആവാൻ വേണ്ടി ശ്രമിക്കും അവർ. അതാണ് അവരുടെ കോർ വാല്യൂ എന്ന് പറയുന്നത്. സെക്യൂരിറ്റിയാണ് അവരുടെ കോർ വാല്യൂ. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സെൽഫ് എംപ്ലോയി ആണ്. സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ഷോപ്പ് കീപ്പേഴ്സ്, അതുപോലെ തന്നെ പ്രൊഫഷണൽസ്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അഡ്വക്കേറ്റ്സ്, ആർക്കിടെക്ട്സ് തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം സെൽഫ് എംപ്ലോയി കാറ്റഗറിയിലാണ് വരുന്നത്. രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൽഫ് എംപ്ലോയിയുടെ കോർ വാല്യൂ എന്ന് പറയുന്നത് ഫ്രീഡം ആണ്. കാരണം മറ്റുള്ളവരുടെ കീഴിൽ അവർക്ക് വർക്ക് ചെയ്യാൻ ഇഷ്ടമല്ല. എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ചെയ്യണമെന്നാണ് അവർ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്വാതന്ത്ര്യം ആഗ്രഹിക്കുക എന്നല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും പറ്റുന്ന ഒരു പ്രോബ്ലം, ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സ്വാതന്ത്ര്യം ഭൂരിഭാഗം ആളുകളും ദുരുപയോഗം ചെയ്യുന്നു. കാരണം ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയിലൂടെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് ഭൂരിഭാഗം ആളുകളും അവിടെ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു ഷോപ്പ് കീപ്പർ ആണെങ്കിൽ, ഒരു ഷോപ്പ് ഓൺ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, അവിടെ എന്ത് ചെയ്താലും ആരും ചോദിക്കാനില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലായിരിക്കും നിങ്ങൾ ബിസിനസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും വേറൊരു പ്രൊഫഷണൽ ഒരു വ്യക്തിയാണെങ്കിൽ തന്നെ ആ പ്രൊഫഷണൽ മികവ് പുലർത്തുന്നതിന് വേണ്ടി ഒരുപാട് പ്രാക്ടീസുകൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് ആവശ്യം വരും. പക്ഷേ നിങ്ങൾക്ക് സെൽഫ് ഡിസിപ്ലിൻ ഒരു പക്ഷേ നിങ്ങൾ കീപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റാതായിട്ട് വരും, നിങ്ങളുടെ പ്രൊഫഷനിൽ വിജയിക്കാൻ പറ്റാതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രീഡം വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ആ ഫ്രീഡത്തിനെ വളരെ നല്ല രീതിയിൽ കാണുകയും അതിനെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുകയും ചെയ്യുന്നത്. ഭൂരിഭാഗം ആളുകൾക്കും അതിന് കഴിയാറില്ല. ദെൻ ഈ 2 കാറ്റഗറി ആളുകളുടെയും പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ പ്രൊഫഷനിൽ, അവരുടെ ബിസിനസ്സിൽ അവർക്ക് ലിവറേജ് ഇല്ല. ദാറ്റ് മീൻസ് അവർക്ക് അവരുടെ ബിസിനസ് ടൈം മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കാറില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന കാറ്റഗറിയിൽ നിങ്ങൾ വിജയിക്കണമെങ്കിൽ, ദാറ്റ് മീൻസ് ഒരു എംപ്ലോയി കാറ്റഗറിയിലോ ഒരു സെൽഫ് എംപ്ലോയി കാറ്റഗറിയിലോ നിങ്ങൾ വിജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെക്നിക്കൽ സ്കില്ല് നിങ്ങൾക്ക് ആവശ്യമാണ്.
മേ ബി അതൊരു ഡ്രൈവിംഗ് പ്രൊഫഷൻ ആവാം, നിങ്ങളൊരു ഡ്രൈവർ ആവാം, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റ് ആവാം, ഒരു എഞ്ചിനീയർ ആവാം, ഒരു പെയിന്റർ ആവാം, നിങ്ങളൊരു മെക്കാനിക് ആവാം, അല്ലെങ്കിൽ നിങ്ങളൊരു ക്ലർക്ക് ആവാം. എന്താണെങ്കിലും ശരിയാണ്, ടെക്നിക്കൽ സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന മേഖലകളിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ടെക്നിക്കൽ സ്കിൽ ഇല്ലാത്ത ആളുകൾക്ക് ഒരിക്കലും ഈ പറയുന്ന എംപ്ലോയിയോ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയി ആവാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ മൂന്നാമത്തെ കാര്യം എന്താണ്? വൺ മാൻ ഷോ. ഈ ലെഫ്റ്റ് കാറ്റഗറിയിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒറ്റയ്ക്ക് ചെയ്യുന്നതിൽ മാത്രം വിജയിക്കുന്ന ആൾക്കാരാണ്. ഒറ്റയ്ക്ക് ചെയ്യുന്നതിൽ മാത്രം വിജയിക്കുന്ന ആൾക്കാരാണ്. അവരുടെ ഏറ്റവും വലിയ ഒരു കോർ ബിലീഫ് എന്ന് പറയുന്നത് ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ, ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ, എനിക്കത് അറിയുള്ളൂ, ഞാൻ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല, ഞാൻ അവിടെ എത്തിയില്ലെങ്കിൽ ശരിയാവില്ല, ഞാൻ കട തുറന്നില്ലെങ്കിൽ ശരിയാവില്ല, ഞാൻ എൻ്റെ സീറ്റിൽ ഇരുന്നില്ലെങ്കിൽ ശരിയാവില്ല. ഇങ്ങനെയുള്ള ഒരുപാട് ബിലീഫ് സിസ്റ്റം അവരുടെ മനസ്സിലുണ്ടാവും. അതാണ് വൺ മാൻ ഷോ എന്ന് പറയുന്നത്. എന്നാൽ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രണ്ടാമത്തെ സെഗ്മെന്റ്, ബിസിനസ് ഓണേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്, ഇവരുടെ കോർ ബിലീഫ് വളരെ ഡിഫറെന്റ് ആണ്. വളരെ ഡിഫറെന്റ് ആണ്. ബിസിനസ് ഓണറുടെ കോർ ബിലീഫ് എന്ന് പറയുന്നത് വെൽത്ത് ബിൽഡിംഗ് ആണ്. സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് ബിസിനസ് ഓണറുടെ കോർ ബിലീഫ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി അവരൊരു സിസ്റ്റം ഉണ്ടാക്കാൻ ശ്രമിക്കും. അവർ ലിവറേജ് എടുക്കുന്ന ആൾക്കാരായിരിക്കും. ദാറ്റ് മീൻസ് അവർക്ക് ഒരു നല്ല ടീം ഉണ്ടായിരിക്കും. ആ ടീമിനെ ഉപയോഗിച്ച് അവരൊരു സിസ്റ്റം ഉണ്ടാക്കുകയും ആ സിസ്റ്റത്തിലൂടെ അവർ വെൽത്ത് ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ മോദികെയർ കൺസൾട്ടൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, വി ബിലോങ്സ് ടു ബിസിനസ് ഓണർ കാറ്റഗറി. നമ്മൾ ബിസിനസ് ഓണർ കാറ്റഗറിയിലേക്കാണ് നമ്മൾ വരുന്നത്. ബിസിനസ് ഓണർ കാറ്റഗറിയിൽ വരുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ആർ നോട്ട് എംപ്ലോയീസ്, വി ആർ നോട്ട് സെൽഫ് എംപ്ലോയ്ഡ് പീപ്പിൾ. നമ്മൾ ശരിക്കും നമ്മൾ ബിസിനസ് ഓണേഴ്സ് ആണ്. അപ്പൊ നമ്മൾക്ക് ലിവറേജ് ഉണ്ടാക്കാൻ നമ്മൾ പഠിക്കണം. ദാറ്റ് മീൻസ് ഒരു ടീം ഉണ്ടാക്കാൻ നമ്മൾ പഠിക്കണം. ആ ടീമിലൂടെ ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ പഠിക്കണം. നമ്മുടെ കോർ ബിലീഫ്, നമ്മുടെ ഉള്ളിൽ നമ്മൾ എപ്പോഴും സമ്പത്ത് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണം. സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് പറ്റണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം ഈ കോർ ബിലീഫാണ് ഈ ബിസിനസ്സിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. പ്രോഡക്റ്റോ പ്ലാനോ മറ്റുള്ള കാര്യങ്ങളോ അതിനേക്കാളൊക്കെ അപ്പുറത്താണ് ഈ ഉള്ളിലുള്ള വിശ്വാസം. ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, എന്റെ സെഗ്മെന്റ് എന്താണ്, ഞാൻ എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നിങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. ഇറ്റ്സ് ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്, മൈ ഡിയർ ഫ്രണ്ട്സ്. ഇതിന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നാണ്. കാരണം കഴിഞ്ഞ ഒരു 25 ഇയേഴ്സ് ആയിട്ട് മോദിക്കറുണ്ട്. ഞാൻ മോദിക്കയിൽ വരുന്ന ഏകദേശം 18 വർഷങ്ങൾക്ക് ശേഷമാണ്. ബട്ട് ടുഡേ കേരള ആൻഡ് സൗത്ത് ഇന്ത്യ ഓൾസോ ഐ എം വൺ ഓഫ് ദ ടോപ്പ് ലീഡർ, ആൻഡ് അക്രോസ് ദ കൺട്രി ഓൾസോ ഐ എം വൺ ഓഫ് ദ ടോപ്പ് ഏർണർ ആൻഡ് ടോപ്പ് ലീഡർ. ഹൗ ഇറ്റ് ഈസ് പോസിബിൾ? എങ്ങനെ ഇത് സാധ്യമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൈ കോർ ബിലീഫ്, എന്റെ കോർ ബിലീഫ് എന്ന് പറയുന്നത് വെൽത്ത് ബിൽഡിംഗ് ആണ്. അതിനുവേണ്ടി ഒരു നല്ല ടീം, അതിനുവേണ്ടി ഒരു നല്ല സിസ്റ്റം, ഈവൻ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം പോലും. ദ നെക്സ്റ്റ് കാറ്റഗറി ഇൻവെസ്റ്റർ കാറ്റഗറിയിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ഫിനാൻഷ്യൽ ഫ്രീഡം വരുന്നു. അതാണ് കോർ ബിലീഫ് എന്ന് പറയുന്നത്, സാമ്പത്തികമായ ഒരു സ്വാതന്ത്ര്യം. അതിനെയാണ് നമ്മുടെ ചെയർമാൻ മിസ്റ്റർ സമീർ മോദി വിളിക്കുന്നത് ആസാദി എന്ന് വിളിക്കുന്നത്. ദെൻ സിസ്റ്റം നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, സിസ്റ്റം അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ ഓട്ടോമാറ്റിക്കലി യു വിൽ ഗെറ്റ് എ പാസീവ് ഇൻകം. നിങ്ങൾക്ക് നിങ്ങളുടെ എഫേർട്ട് ഇല്ലാതെ, നിങ്ങളുടെ പ്രസൻസ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഒരു വലിയ വരുമാനം നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. പാസീവ് ഇൻകം നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതാണ് ഇൻവെസ്റ്റർ കാറ്റഗറി എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ടെക്നിക്കൽ സ്കിൽ ആവശ്യമാണെങ്കിൽ, റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് യാതൊരു ടെക്നിക്കൽ സ്കില്ലിന്റെയും ആവശ്യമില്ല. അതിന് പകരം നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? ലീഡർഷിപ്പ് സ്കില്ലാണ്. ലീഡർഷിപ്പ് സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ബിസിനസ് ഓണർ കാറ്റഗറിയിലും ഇൻവെസ്റ്റർ കാറ്റഗറിയിലും നിങ്ങൾക്ക് ശോഭിക്കാൻ നിങ്ങൾക്ക് കഴിയും. വലിയ പെർഫോമൻസ് നിങ്ങൾക്ക് നടത്താൻ കഴിയും. വേണ്ടത് എന്താണ്? ലീഡർഷിപ്പ് സ്കില്ലാണ്. എനിക്ക് എൻ്റെ ഈ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വിജയിക്കണമെങ്കിൽ എന്ത് വേണം? ലീഡർഷിപ്പ് സ്കില്ല് വേണം. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം ഇതാണ്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിസിനസ് ഓണർ അല്ലെങ്കിൽ ഇൻവെസ്റ്റർ കാറ്റഗറിയിൽ വേണ്ട, അതായത് വെൽത്ത് ബിൽഡിംഗ് ഡെവലപ്പ് ചെയ്യാനുള്ള സ്കിൽ എന്ന് പറയുന്നത് ലീഡർഷിപ്പ് ആണ്. സിസ്റ്റം ബിൽഡ് ചെയ്യാനുള്ള ലീഡർഷിപ്പ് സ്കില്ലാണ്. ലിവറേജ് ബിൽഡ് ചെയ്യാൻ വേണ്ട സ്കിൽ എന്താണ്? ലീഡർഷിപ്പ് സ്കില്ലാണ്. ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടത് ലീഡർഷിപ്പ് സ്കില്ലാണ്. ഒരു സിസ്റ്റം നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യണമെങ്കിൽ ലീഡർഷിപ്പ് സ്കിൽ വേണം. പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യണമെങ്കിൽ ലീഡർഷിപ്പ് സ്കിൽ വേണം. സോ നമ്മൾ വി ബിലോങ്സ് ടു ദിസ് കാറ്റഗറി. നമ്മൾ ഈ ഒരു കാറ്റഗറിയാണ് നമ്മൾ നിൽക്കുന്നത്, ബിസിനസ് ഓണർ കാറ്റഗറിയിലാണ്. പലരുടെയും കോർ ബിലീഫും, പലർക്കും പറ്റുന്ന അബദ്ധം, അതും കൂടെ നമ്മൾ ഈ സമയത്ത് പറയാം. നിങ്ങൾ ബിസിനസ് ഓണർ കാറ്റഗറിയിലേക്ക് വരുന്നു, ദാറ്റ് മീൻസ് മോദി കെയറിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുന്നു. എങ്ങനെയെങ്കിലും ഒരു 10-25,000 രൂപ കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ കോർ ബിലീഫ് മാറി. അവിടെ നിങ്ങൾ സെക്യൂരിറ്റിയെ കുറിച്ച് ചിന്തിക്കുന്നു. ദെൻ ബിസിനസ് ഓണർ കാറ്റഗറിയിൽ നിങ്ങൾ വന്നു, ദാറ്റ് മീൻസ് മോദി കെയർ കാറ്റഗറിയിലേക്ക് നിങ്ങൾ വരുന്നു. ഈ കാറ്റഗറിയിൽ വന്നതിന് ശേഷം നിങ്ങൾ ഫ്രീഡം ആസ്വദിക്കാൻ തുടങ്ങുകയാണ്. കാരണം എന്താണ്? ഇവിടെ ആരും ഒന്നും ചോദിക്കാനും പറയാനും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ നിങ്ങൾ ബിസിനസ് ചെയ്യാണ്. ആരും ഒന്നും ചോദിക്കാൻ പറയുന്നില്ല. യാതൊരു ഡിസിപ്ലിനും ഇല്ലാതെ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾ സെൽഫ് എംപ്ലോയിയുടെ കോർ ബിലീഫ് നിങ്ങൾ കാണിക്കാൻ തുടങ്ങുന്നു. ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് ബിസിനസ്സിൽ പരാജയം ഉണ്ടാവും.
അപ്പൊ ബിസിനസ് ഓണർ കാറ്റഗറിയിൽ വന്നതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ആവും. ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. പല ആളുകൾക്കും പറ്റുന്ന വലിയൊരു അബദ്ധം ഇതാണ്. കാരണം ഭൂരിഭാഗം ആളുകളും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാർട്ട് ടൈം ആയിട്ടായിരിക്കും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് വരുന്നത്. ദാറ്റ് മീൻസ് ഒരു ബിസിനസ് ഓണർ ആവാൻ തീരുമാനിക്കുന്നത്. പക്ഷെ ബിസിനസ് ഓണറുടെ കോർ ബിലീഫ് എന്ന് പറയുന്നത് സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ ഫ്രീഡമോ അല്ല. എന്താണ്? വെൽത്ത് ബിൽഡിംഗ് ആണ്. പലർക്കും പറ്റുന്ന വലിയൊരു ട്രാപ്പ് എന്ന് പറയുന്നത് ബിസിനസ് ഓണർഷിപ്പ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ മോദി കെയറിന്റെ ഒരു ബിസിനസ് ഓണർ ആവുകയും കോർ ബിലീഫ് എന്തായിരിക്കും? സെക്യൂരിറ്റി. എങ്ങനെയെങ്കിലും ഒരു 10,000 രൂപ കിട്ടിയാൽ മതി, എങ്ങനെയെങ്കിലും ഒരു 30,000 രൂപ കിട്ടിയാൽ മതി. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രീഡം, അത് ദുരുപയോഗം ചെയ്യാൻ. കാരണം ആരും ചോദിക്കാനും പറയാനുമില്ല. ഇപ്പൊ നമ്മൾ കുറച്ച് പേരെ അടുത്ത് പോയാലും കുഴപ്പമില്ല, നമ്മൾ പ്രസന്റേഷൻ കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല, ട്രെയിനിങ് അറ്റൻഡ് ചെയ്താലും കുഴപ്പമില്ല. ബിക്കോസ് ദർ ഇസ് നോ റിപ്പോർട്ട്സ്. ആരും നമ്മളെ ട്രാക്ക് ചെയ്യുന്നില്ല, ആരും നമ്മളെ ട്രേസ് ചെയ്യുന്നില്ല, ആരും നമ്മളെ ബോസ് ആയിട്ട് നമ്മുടെ മുന്നിലില്ല. അപ്പൊ എന്ത് ചെയ്യും? ഈ പറയുന്ന സ്വാതന്ത്ര്യം നമ്മൾ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങും. സ്വാഭാവികമായിട്ട് നിങ്ങൾ ബിസിനസ്സിൽ നിങ്ങൾ പരാജയപ്പെടും. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നെറ്റ്വർക്കിൽ വരുന്ന ഭൂരിഭാഗം ആളുകളും ഒരു ഓൺട്രപ്രണർ ആണെന്നുള്ളത് മറന്നു പോകും. നിങ്ങളൊരു സംരംഭകനാണെന്നുള്ളത് നിങ്ങൾ മറന്നു പോകും. നിങ്ങളൊരു സംരംഭകത്തിന്റെ ഭാഗമാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സംരംഭകൻ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഈ പറയുന്ന കോർ ഫിനാൻഷ്യൽ വാല്യൂസ് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണിത്. കുറെ ആളുകൾക്ക് ഒരു ഓപ്പണിംഗ് കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. യെസ് ഓർ നോ? സേ യെസ് ഓർ നോ. Please give me, say yes or no. എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു വോയിസും കൂടെ ഒന്ന് കേൾക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. Is it true? Yes. Yes, sir. 100% Yes, sir. Yes. Thank you very much. Thank you very much. So എനിക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത്, പ്ലീസ് ചേഞ്ച് യുവർ കോൺട്രാക്ട്. നിങ്ങൾ നിങ്ങളുടെ കോൺട്രാക്ട് ചേഞ്ച് ചെയ്യണം. നിങ്ങളുടെ കോർ ബിലീഫ് നിങ്ങൾ മാറ്റാൻ തയ്യാറാവും. കോർ ബിലീഫ് മാറ്റാത്തിടത്തോളം കാലം ഒരിക്കലും നിങ്ങൾക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് നിങ്ങൾക്ക് ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയില്ല. കാരണം ഈ ഒരു ബിലീഫ് സിസ്റ്റമാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഘടകം എന്ന് പറയുന്നത്. ഈ ബിലീഫ് സിസ്റ്റമാണ് മേ ബി നിങ്ങളാകുന്ന ആ ഒരു വെഹിക്കിളിന്റെ എഞ്ചിൻ പാർട്ട് എന്ന് പറയുന്നത്. ഈ ബിലീഫ് സിസ്റ്റം മാറാതെ നിങ്ങൾക്ക് ഒരിക്കലും ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയില്ല. സോ മനസ്സിലാക്കുക, ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, ഞാൻ മോദി കെയറിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് വെൽത്ത് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. വെൽത്ത് എന്ന് പറയുമ്പോൾ അവിടെ ഹാപ്പിനെസ് ഉണ്ട്, സമയമുണ്ട്, അവിടെ മണിയുണ്ട്, ടൈം ഉണ്ട്, അല്ലെ? ഫിനാൻഷ്യൽ ഫ്രീഡം, ടൈം ഫ്രീഡം, പേഴ്സണൽ ഫ്രീഡം, ഇമോഷണൽ ഫ്രീഡം, എല്ലാ തരത്തിലുള്ള ഫ്രീഡവും നിങ്ങൾക്ക് അവിടെ ആസ്വദിക്കാൻ നിങ്ങൾക്ക് കഴിയും. സോ യുവർ കോർ ബിലീഫ് ഈസ് വെൽത്ത് ബിൽഡിംഗ്. ഇത് എല്ലാവരും കറക്റ്റ് ആയിട്ട് പഠിക്കുക, മനസ്സിലാക്കുക. ഒരു സീരിയസ് ബിസിനസ്സിലേക്ക് നമ്മൾ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഓൺട്രപ്രണർ മൈൻഡ് സെറ്റ് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കാൻ നമ്മൾ തയ്യാറാണ്. നിങ്ങൾ നോക്കൂ, ഈ ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ടത് വെൽത്ത് ബിൽഡിംഗ് മനോഭാവവും ലീഡർഷിപ്പ് സ്കില്ലുമാണ്. ഈ 2 സ്കില്ലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഈ 2 സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ ക്യാൻ പ്രോമിസ് നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ സാധിച്ചിരിക്കും. വെൽത്ത് ബിൽഡിംഗ് ആറ്റിറ്റ്യൂഡ്, ലീഡർഷിപ്പ് സ്കിൽ, ആറ്റിറ്റ്യൂഡ്, ഈ 2 സ്കില്ല് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഒരു ലേയിങ് ഫൗണ്ടേഷൻ, അതായത് ഒരു നല്ല ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 2 സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. ഇത് രണ്ടും നമ്മുടെ ഉള്ളിലുണ്ട്. ബട്ട് സാഹചര്യങ്ങൾ അതിനൊരു പ്രത്യേക രീതിയിൽ കണ്ടീഷൻ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, സമ്പത്ത് ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ കണ്ടീഷൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമുക്കൊന്നും അത് സാധിക്കില്ല, നമ്മളെ പോലുള്ളവർക്ക് അത് കഴിയില്ല, അതൊക്കെ വേറെ ആർക്കോ പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മോശമാണ്, എൻ്റെ സിറ്റുവേഷൻസ് മോശമാണ്, എനിക്കധികം ക്വാളിഫിക്കേഷൻസ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങളോട് ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയാൻ കാരണം. അതൊന്നുമല്ല, നമ്മളിത് പഠിക്കാൻ തയ്യാറാവും. നമ്മൾ വെൽത്ത് ബിൽഡിംഗ് ആറ്റിറ്റ്യൂഡ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ തയ്യാറാവുക. ഓഫ് കോഴ്സ് ലീഡർഷിപ്പ് സ്കിൽ. ഇപ്പോൾ ഇന്ന് ഒരുപാട് വീട്ടമ്മമാർ ഈ ഒരു പ്രോഗ്രാം കാണുന്നുണ്ട്, അതുപോലെ തന്നെ പുറം നാടുകളിൽ പോയി വർക്ക് ചെയ്യുന്ന ഒരുപാട് പ്രവാസികൾ ഈ ഒരു പ്രോഗ്രാം കാണുന്നുണ്ട്. നിങ്ങളൊക്കെ ലീഡർഷിപ്പ് സ്കിൽ എടുത്തിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുള്ളത്. കാരണം ജീവിതത്തിൽ ഒരു ലീഡർഷിപ്പ് സ്കിൽ എടുത്ത് ഒരു ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളാണ്, അല്ലെങ്കിൽ ആ ഒരു ഫാമിലിക്ക് വേണ്ട കാര്യങ്ങൾ നിറവേറ്റുന്നത് നിങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളിലും ആ ലീഡർഷിപ്പ് സ്കില്ലുണ്ട്. ഈ ലീഡർഷിപ്പ് സ്കില്ല് തന്നെയാണ് നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് വിജയിക്കാൻ വേണ്ടി വേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ എപ്പോഴും ഓർക്കുക. നിങ്ങളുടെ ബിസിനസ് എപ്പോഴെങ്കിലും താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് മുകളിലേക്ക് വളരുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആലോചിക്കുക, നിങ്ങളിൽ ഈ സ്കില്ല് നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടോ? ഈ സ്കില്ല് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഈ സ്കില്ല് ശരിയായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ? ഒരു പക്ഷെ അത് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടെന്ന്. കാരണം നിങ്ങൾ എവിടെയൊക്കെ നിങ്ങൾ ആളുകളോടൊക്കെ സംസാരിക്കുന്നുണ്ടോ അവിടെ എല്ലാം ഇത് റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഒരു ഓൺട്രപ്രണറുടെ മൈൻഡ് സെറ്റ് അത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്.
പല ആളുകൾക്കും ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും, പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും, പക്ഷെ പിന്നീട് മുന്നോട്ട് പോകാൻ സാധിക്കാറില്ല. അതിന്റെ കാരണം എന്താണ്? 7 മൈൻഡ് സെറ്റ് അവർ ഡെവലപ്പ് ചെയ്യണം. പ്രധാനമായിട്ടും ഒരു സംരംഭകന് വേണ്ട 7 പ്രധാനപ്പെട്ട മൈൻഡ് സെറ്റുകളുണ്ട്. ഈ 7 മൈൻഡ് സെറ്റുകളാണ് ആ വ്യക്തിക്ക് ഒരു എന്റർപ്രണർ ആക്കി മാറ്റുന്നത്, ഒരു എംപ്ലോയിൽ നിന്ന് ഒരു എന്റർപ്രണർ ആയിട്ട് മാറ്റുന്നത്. നമ്പർ 1, സെൽഫ് ട്രസ്റ്റ് മൈൻഡ് സെറ്റ്, അവനവനിലുള്ള വിശ്വാസം. നമുക്ക് പലപ്പോഴും പറ്റുന്ന അബദ്ധം എന്താണ്? നമ്മുടെ ചുറ്റുമുള്ളവരിലൊക്കെ നമ്മൾ വിശ്വസിക്കും, അല്ലെ? നമ്മുടെ ചുറ്റുമുള്ളവരിൽ നമ്മൾ ഒരുപാട് വിശ്വസിക്കും. ഒരുപക്ഷെ വളരെ അടുത്ത സുഹൃത്തുക്കൾ നമ്മൾ വിശ്വസിക്കും, നമ്മുടെ അയൽവാസികൾ വിശ്വസിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ കുറെ കാലങ്ങളായിട്ടുള്ള നമ്മളുടെ വളരെ അടുത്ത സുഹൃത്തുക്കൾ നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങും. പക്ഷെ നമ്മളിൽ വിശ്വസിക്കാൻ നമ്മൾ മറന്നു. ഒരു എന്റർപ്രണർക്ക് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണ്? സെൽഫ് ട്രസ്റ്റ് മൈൻഡ് സെറ്റ് ആണ്. നമ്മളിൽ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. ദെൻ നമ്പർ 2, ഗോൾ സെറ്റിംഗ് മൈൻഡ് സെറ്റ്. ഒരു ലക്ഷ്യബോധമുള്ള ഒരു മനസ്സ് ഒരു എന്റർപ്രണർക്ക് ഉണ്ടായിരിക്കണം. ഞാനിത് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. കാരണം ബഹുഭൂരിഭാഗം ആളുകളും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വന്ന് പലപ്പോഴും ഒന്നും ആകാൻ കഴിയാതെ പരാജയപ്പെടുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതേസമയം ചില ആളുകൾ വളരെ ശക്തമായി വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. സോ ഇവരിലൊക്കെ നമ്മൾ കാണുന്ന പൊതുവായ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംരംഭകനാകുന്നവർക്ക് മാത്രമേ ഈ ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഒരു ലക്ഷ്യബോധമുള്ള മനസ്സ് നമുക്ക് നിർബന്ധമായിട്ടും നമുക്ക് വേണം. ദെൻ നെക്സ്റ്റ്, പേഷ്യന്റ് മൈൻഡ് സെറ്റ്. വളരെ ക്ഷമയോടുകൂടി നമുക്ക് ബിസിനസ് ബിൽഡ് ചെയ്യാൻ നമുക്ക് കഴിയണം. മേ ബി ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആളുകളെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കണമെന്നില്ല, ആളുകളെ സ്പോൺസർ ചെയ്യാൻ സാധിക്കണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ ടീം ബിൽഡ് ചെയ്യാൻ ചിലപ്പോൾ സമയമെടുക്കും, ചിലപ്പോൾ കുറച്ചധികം കാലം നിങ്ങൾ ചിലപ്പോൾ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും, നിങ്ങൾ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടാതായിട്ട് വരും. പക്ഷേ ക്ഷമയോടെ നമുക്ക് ബിൽഡ് ചെയ്യാൻ നമുക്ക് പറ്റണം. അതൊരു എന്റർപ്രണറുടെ പ്രത്യേകതയാണ്. പേഷ്യന്റ് മൈൻഡ് സെറ്റ് ഒരു എന്റർപ്രണറുടെ പ്രത്യേകതയാണ്. വളരെയധികം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ആണ്. കാരണം പല ആളുകളും ഒക്കെ പലപ്പോഴും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, മോദിക്കല്ല വിചാരിച്ചതുപോലെ ഗ്രോത്ത് ഇല്ല, അല്ലെങ്കിൽ വിചാരിച്ചതുപോലെ വരുമാനമില്ല എന്നൊക്കെ പലരും കംപ്ലൈന്റ് പറയുന്നത് കേട്ടിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു സാധാരണ ട്രഡീഷണൽ ബിസിനസ്സിൽ നിങ്ങൾ ഒരു മിനിമം ഒരു 50 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിട്ടേൺസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര കാലം നിങ്ങൾ കാത്തിരിക്കണം? ക്ഷമയോടെ നിങ്ങൾ കാത്തിരിക്കണം. 50 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഒരു 3 വർഷം, ഒരു 3 to 5 years നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും. അതിൽ നിന്ന് റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റ്, അതായത് 50 ലക്ഷം മുടക്കിയാൽ ആദ്യം ആ 50 ലക്ഷം കിട്ടണം, പിന്നീടാണ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. സോ വളരെ ക്ഷമയോടുകൂടി നിങ്ങൾ കാത്തിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ എല്ലായിടത്തും ഇത് ബാധകമാണ്. നെക്സ്റ്റ് ഈസ് കറേജിയസ് മൈൻഡ് സെറ്റ്. വളരെ ധൈര്യത്തോടെ നമ്മൾ ബിസിനസ്സിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ പഠിക്കണം, വളരെ ധൈര്യത്തോടെ. കാരണം ഇവിടുത്തെ ധൈര്യം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, മറ്റു ബിസിനസ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ഇൻവെസ്റ്റ്മെന്റും വലിയ ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ധൈര്യമാണ് കാണിക്കേണ്ടത്. എന്നാൽ മോദിക്കർ ബിസിനസ്സിൽ ആ ധൈര്യമല്ല വേണ്ടത്. മോദിക്കർ ബിസിനസ്സിൽ നമുക്ക് വേണ്ടത് എന്താണ്? വിജയം വരെ നമ്മൾ പോരാടും, വിജയിക്കുന്നത് വരെ നമ്മൾ പോരാടും എന്നുള്ളൊരു ഉറച്ച മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. ആളുകൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ആരെന്ത് വേണമെങ്കിലും കമന്റുകൾ പറഞ്ഞോട്ടെ, പക്ഷെ ഞാൻ ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകും. ഇനി പരിഹാസങ്ങളും അതുപോലെ തന്നെ കളിയാക്കലുകളും ഉണ്ടാവുന്ന സമയത്ത് അതിനെ സധൈര്യം നേരിടാൻ നമുക്ക് ധൈര്യം വേണം. വളരെ നല്ല രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് വേണം. ഈ ധൈര്യം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ സ്കില്ലുകൾ നമ്മൾ പഠിക്കുമ്പോഴാണ്. കാപ്പബിലിറ്റിയാണ് നിങ്ങൾക്ക് കറേജ് ഉണ്ടാക്കി തരുന്നത്. കാരണം കാപ്പബിലിറ്റി നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. ഇനി ധൈര്യം ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരുപാട് പരാതികൾ പറയാൻ തുടങ്ങും, അവർ അനാവശ്യമായ ഒരുപാട് ശീലങ്ങൾ ഉണ്ടാക്കും. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അനാവശ്യമായിട്ട് ഒരുപാട് പരാതികൾ പറയുന്ന ആളാണോ? നിങ്ങൾ അനാവശ്യമായിട്ട് ആവശ്യമില്ലാത്ത ശീലങ്ങൾ ഉണ്ടാക്കുന്ന ആളാണോ? പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരാളെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ സ്വയം ബോധിപ്പിക്കുന്നുണ്ടോ? അതിനർത്ഥം നിങ്ങൾക്ക് ധൈര്യമില്ല എന്നാണ്. എന്നുള്ളതാണ്. പുതിയ ശീലങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഒരുപാട് പരാതികൾ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, പതിവ് പഴഞ്ചൊല്ലുകൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനർത്ഥം നിങ്ങൾക്ക് ധൈര്യമില്ല എന്നാണ്. ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്നും പറയില്ല. ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ഫോക്കസ്ഡ് മൈൻഡ് സെറ്റ്. വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ്. എനിക്ക് ഈ ബിസിനസ്സിൽ എനിക്കൊരു സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആവണം, എനിക്കൊരു കാർ അച്ചീവർ ആവണം, എനിക്കൊരു ഹൗസ് ഫണ്ട് അച്ചീവർ ആവണം, എനിക്ക് മാസം 1 ലക്ഷം രൂപ വരുമാനം കിട്ടിയേ പറ്റൂ. ഫോക്കസ്ഡ് ആണ്, വളരെ ഫോക്കസ്ഡ് ആണ്. ഏത് സമയത്തും ഊണിലും ഉറക്കത്തിലും എപ്പോഴും ആ പറയുന്ന ആ ഒരു ഗോളിനെ കുറിച്ചുള്ള ചിന്തയുണ്ടായിരിക്കും. അവരുടെ വർക്കിൽ അവർ ഫോക്കസ്ഡ് ആയിരിക്കും. എല്ലാ ദിവസവും ഒരു 4 മണിക്കൂർ മോദിക്കാൻ വേണ്ടി മാറ്റിവെച്ചേ പറ്റൂ. ഫോക്കസ്ഡ് ആണ്, വളരെ ഫോക്കസ്ഡ് ആണ്. 4 മണിക്കൂർ മാറ്റിവെച്ചേ പറ്റൂ. എന്ത് തിരക്കാണെങ്കിലും 4 മണിക്കൂർ മാറ്റിവെച്ചേ പറ്റൂ. അത് ഫോക്കസ്ഡ് ആണ്, അതിൽ യാതൊരു മാറ്റവുമില്ല. ദെൻ നെക്സ്റ്റ്, പോസിറ്റീവ് മൈൻഡ് സെറ്റ്. ബിസിനസ് ആകുമ്പോൾ എപ്പോഴും നമുക്ക് ഒരുപാട് ഇഷ്യൂസ്, ഒരുപാട് പ്രോബ്ലംസ്, ഒരുപാട് ചലഞ്ചസ് ഒക്കെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ നമുക്ക് പറ്റണം. ഒരു പോസിറ്റീവ് മെന്റാലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യണം.
PMA എന്ന് പറയും, പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ്. എപ്പോഴും ആ ഒരു PMA നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഒരു കാര്യം ഉറപ്പാണ്, സൊല്യൂഷൻസ് ഇല്ലാത്ത പ്രോബ്ലംസ് ഇല്ല. ഇഷ്ടം പോലെ ഇപ്പൊ ഞാനാണെങ്കിൽ പോലും ഒരു വലിയൊരു ടേൺ ഓവർ ചെയ്യുന്നത് കൊണ്ട് ഓരോ ദിവസവും ഓരോരോ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഇഷ്യൂസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ ആ കാര്യങ്ങളെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നു, കാരണം സൊല്യൂഷൻസ് അവിടെ ഉണ്ട്. അപ്പൊ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് നമുക്ക് ആവശ്യമാണ്. ചില ആളുകൾ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും ഇത് ശരിയാവില്ല സർ, ഇത് ശരിയാവില്ല സർ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊന്നും ഒന്നിനും പരിഹാരമല്ല. കാരണം പോസിറ്റീവായിട്ട് നമ്മൾ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്തേ പറ്റൂ, കാരണം സൊല്യൂഷൻസ് ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട 7ാമത്തെ ക്വാളിറ്റി ലേണിംഗ് മൈൻഡ് സെറ്റ്, പഠിക്കാനുള്ള ഒരു മെന്റാലിറ്റി. സമ്പന്നരുടെ പ്രത്യേകത എന്താണ്? സമ്പന്നർ എപ്പോഴും കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കും. അതേസമയം ദരിദ്രരുടെ പ്രത്യേകത എന്താണ്? ദരിദ്രർ എപ്പോഴും അവർക്കെല്ലാം അറിയാമെന്ന് അവർ അഭിനയിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് ദരിദ്രരും സമ്പന്നരും തമ്മിലുള്ള വ്യത്യാസം. സമ്പന്നർ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കും, അവർക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് തന്നെ പറയും. അതേസമയം ദരിദ്രരുടെ പ്രത്യേകത, അവരൊരിക്കലും പഠിക്കാൻ ശ്രമിക്കില്ല എന്ന് മാത്രമല്ല, അറിയാത്ത കാര്യങ്ങൾ പോലും അറിയുമെന്ന് അവർ മേനി നടിച്ചുകൊണ്ടിരിക്കും. ഇതാണ് സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. സോ ഒരു ലേണിംഗ് മൈൻഡ് സെറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യാന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എംപ്ലോയിൽ നിന്ന് ഒരു എന്റർപ്രണറിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എംപ്ലോയിൽ നിന്ന് എന്റർപ്രണറിലേക്ക് അവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കണം, അവരുടെ ബിലീഫ് സിസ്റ്റം എങ്ങനെയായിരിക്കണം, അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കണം, അതാണ് നമ്മളിവിടെ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, റൈറ്റ് യുവർ കമ്മിറ്റ്മെന്റ് ഷീറ്റ്. നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ഷീറ്റ് നിങ്ങൾ ഒന്ന് ഫില്ല് ചെയ്യണം. ഇത് ഒരുപാട് പ്രോഗ്രാമുകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പല ആളുകളും ഇത് എഴുതിയിട്ടുണ്ടാവും. ഇനി എഴുതാത്ത ആളുകളുണ്ടെങ്കിൽ ഇന്ന് എഴുതാൻ നമ്മൾ തയ്യാറാവണം. നിങ്ങൾ തയ്യാറാവണം. ഇനി കുറച്ചുകൂടെ നിങ്ങൾ സീരിയസ് ആയിട്ട് ബിസിനസ്സിലുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇത് എഴുതിയതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലൈന് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അപ്ലൈന്റെ കയ്യിൽ കൊടുക്കാം. നമ്പർ 1, വൈ യു അസോസിയേറ്റ് വിത്ത് മോദി കെയർ. ഇപ്പൊ ഇത്രയും കാര്യം നമ്മൾ പറഞ്ഞു, എന്റർപ്രണർ ആവാൻ നമ്മൾ തീരുമാനിച്ചു. സോ വൈ യു അസോസിയേറ്റ് വിത്ത് മോദി കെയർ. എന്തിനാണ് നമ്മൾ മോദി കെയറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് നമ്മൾ മോദി കെയർ അസോസിയേറ്റ് ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ബിസിനസ് ഓണർ ഒരിക്കലും ഫ്രീഡം അല്ല ആസ്വദിക്കുന്നത്. ഒരു ബിസിനസ് ഓണർ എപ്പോഴും ആ വെൽത്ത് ബിൽഡിങ്ങിലാണ് ഫോക്കസ് ചെയ്യുന്നത്. വെൽത്ത് ബിൽഡിങ്ങിൽ ഫോക്കസ് ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന് പിന്നീട് ശരിയായ ഫിനാൻഷ്യൽ ഫ്രീഡം ആസ്വദിക്കാൻ കഴിയുന്നത്. ഒരു സെൽഫ് എംപ്ലോയ് അനുഭവിക്കുന്ന ഫ്രീഡം എന്ന് പറയുന്നത് ദുരുപയോഗം ചെയ്യപ്പെടാൻ ഏറെ സാധ്യതയുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. അതേസമയം ഒരു ബിസിനസ് ഓണർ അനുഭവിക്കാൻ പോകുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യമാണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം, പേഴ്സണൽ ഫ്രീഡം, ഇമോഷണൽ ഫ്രീഡം എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന സ്വാതന്ത്ര്യമാണ്. അതിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു സെൽഫ് ഡ്രൈവിലേക്ക് നമ്മൾ വരണം. സെൽഫ് ഡ്രിവൺ. ഈ സെൽഫ് ഡ്രൈവ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ വൈ യു അസോസിയേറ്റ് വിത്ത് മോദി കെയർ. ഇതിന്റെ ഉത്തരം നമ്മൾ ഒരു പേപ്പറിൽ എഴുതാൻ വേണ്ടി പറയും. മലയാളത്തിൽ എഴുതി വെക്കുക, ഇംഗ്ലീഷിൽ എഴുതി വെക്കുക, നിങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ നിങ്ങൾ എഴുതി വെക്കുക. എന്തിന് ഞാൻ മോദി കെയർ ചെയ്യുന്നു, എന്തിനു വേണ്ടിയാണ് ഞാൻ മോദി കെയർ ബിസിനസ് ചെയ്യുന്നത്. നമ്പർ 2, ഹൗ മെനി അവേഴ്സ് യു ഡിവോട്ടഡ് ഫോർ മോദി കെയർ ബിസിനസ് ഡെയിലി. ഒരു ദിവസം എത്ര മണിക്കൂർ ഞാൻ മോദി കെയറിന് വേണ്ടി മാറ്റിവെക്കും. ഒരു എന്റർപ്രണറുടെ പ്രത്യേകത, ഹി ഷുഡ് ബി ഫോക്കസ്ഡ്. അദ്ദേഹം വളരെ ഫോക്കസ്ഡ് ആയിരിക്കും. സോ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഒരു വൈറ്റ് പേപ്പറിൽ നിങ്ങൾ എഴുതി വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1000 miles journey begin with a single step. 1000 miles journey begin with a single step. ആയിരക്കണക്കിന് കാതം നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ദിസ് ഈസ് യുവർ റൂട്ട് മാപ്പ്. ഇത് നിങ്ങളുടെ റൂട്ട് മാപ്പാണ്. ഇത് നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും വഴിതെറ്റാൻ സാധ്യതയില്ല. കാരണം നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ഷീറ്റ് റെഡിയാണ്. കമ്മിറ്റ്മെന്റിൽ നിങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഞാൻ മോദി കെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതി വെക്കാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതി വെക്കാം. പക്ഷെ എഴുതണം. വെറുതെ മനസ്സിൽ വിചാരിച്ചിട്ട് കാര്യമില്ല. അത് എഴുതുമ്പോഴാണ് അതിന്റെ ആ ഇമ്പാക്ട് നിങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. ആ ഒരു ഇമ്പാക്ട് നിങ്ങളിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് അത് എഴുതാൻ നമ്മൾ തയ്യാറാവണം. അതുപോലെ തന്നെ റെഗുലർ ബിസിനസ് അവേഴ്സ് എത്രയാണ്? ഞാൻ വീക്ക്ലി മന്ത്ലി ഒന്നുമല്ല പറഞ്ഞത്, റെഗുലർ ബിസിനസ് അവേഴ്സ് ആണ്. കറക്റ്റ് ആയിട്ട് മോദിക്കിനെ നമ്മൾ വേണ്ടി മാറ്റിവെക്കുന്ന സമയം എത്രയാണെന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മളൊന്ന് പറയാൻ നമ്മൾ തയ്യാറാവണം. ഓക്കെ, ദെൻ ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സ്കില്ലാണ് ബി എ ടീം പ്ലെയർ. നമ്മൾ ഈ ബിസിനസ്സിൽ നമുക്കൊരു ടീം പ്ലെയർ ആവാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയൂ. മോദി കെയർ ബിസിനസ്സിൽ നിങ്ങൾക്ക് വലിയ ഹൈറ്റ്സിലേക്ക് നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നെറ്റ്വർക്കിംഗ് ഈസ് എ സ്കിൽ. നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്, അതായത് പുതിയ ആളുകളെ കണക്ട് ചെയ്യുക, പുതിയ ആളുകളെ പരിചയപ്പെടുക, അവരുമായിട്ടൊരു സൗഹൃദം ഉണ്ടാക്കുക, അതൊരു സ്കില്ലാണ്. ഡ്രൈവിംഗ് പഠിക്കുന്നത് ഒരു സ്കില്ലാണെന്ന് പറയുന്നത് പോലെ നെറ്റ്വർക്കിംഗും ഒരു സ്കില്ലാണ്. അല്ലാതെ ഇത് ഏതെങ്കിലും ഒരാൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള പണിയല്ല.
നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ വിജയം ആരുടെയും കുത്തകയല്ല, അല്ലെ? ഗ്ലോബൽ ബ്ലാക്ക് ഡയമണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ആരുടെയും കുത്തകയല്ല. എനിബഡി ക്യാൻ അച്ചീവ് ഇറ്റ്, ബട്ട് വി ഷുഡ് പ്രാക്ടീസ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ലേൺ ദ ആർട്ട് ഓഫ് ടീം ബിൽഡിംഗ്. ടീം ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. അത് നമ്മൾ പഠിക്കണം, എങ്ങനെയാണ് ടീം ബിൽഡ് ചെയ്യുക എന്നുള്ളത്. ദെൻ ബി ജെന്യുവിൻ. വളരെ ജെന്യുവിൻ ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. നമ്മൾ വളരെ ജെന്യുവിൻ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യുക. ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. ദെൻ ബിൽഡ് എ റാപ്പോ. നല്ലൊരു ബന്ധം നമ്മൾ ഉണ്ടാക്കുക. നല്ല റിലേഷൻഷിപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. അത് നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ വളരെ നിർബന്ധമാണ്. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. മറ്റുള്ളവരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ നമ്മൾ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. അതിന് വേണ്ട സ്കില്ലുകളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുക. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മൾ ഷേക്ക് ഹാൻഡ് ചെയ്യുന്നത്, നമ്മുടെ ഡ്രസ് കോഡ്, നമ്മൾ ചിരിക്കുന്നത്, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഇതൊക്കെ സ്കില്ലാണ്. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. മറ്റുള്ളവർ പറയുന്ന സമയത്ത് നമ്മൾ നല്ലൊരു ലിസണർ ആവുന്നത്, അതും നല്ലൊരു സ്കില്ലാണ്. ഇങ്ങനെ ഒരുപാട് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് വരുന്ന സമയത്ത്, എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റ് വരുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ ടീമിലുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരടുത്ത് നമ്മൾ വാദിച്ച് ജയിക്കുന്നതിന് പകരം അവരെ കേൾക്കാൻ നമ്മൾ തയ്യാറാവുക. എന്തെങ്കിലും സൊല്യൂഷൻസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. നിങ്ങളൊരു സൊല്യൂഷൻ പ്രൊവൈഡർ ആവണം. പ്രാക്ടീസ് എമ്പതി. മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തണം. ഇത് എങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്കൊരു ടീം പ്ലെയർ ആവാൻ നമുക്ക് സാധിക്കുള്ളൂ. ചുരുക്കത്തിൽ നമുക്ക് ടീം പ്ലെയർ എന്ന് പറയുന്നതിന് കൊടുക്കേണ്ട ഡെഫിനിഷൻ വളരെ സിമ്പിൾ ആണ്. ആദ്യം ഞാൻ പറഞ്ഞു, അതായത് നിങ്ങളൊരു വെൽത്ത് ബിൽഡിംഗ് കാറ്റഗറിയിലാണ് നിങ്ങൾ വരുന്നത്. നിങ്ങൾക്ക് വേണ്ട പ്രധാനപ്പെട്ട സ്കിൽ എന്ന് പറയുന്നത് ലീഡർഷിപ്പ് ആണെന്ന് പറഞ്ഞു. സോ ഒരു ടീം പ്ലെയർ ആവണമെങ്കിൽ നമ്മളൊരു ലീഡറാണ്. ഒരു ടീം പ്ലെയർ ആവണമെങ്കിൽ നമ്മളൊരു ലീഡർഷിപ്പിലേക്ക് നമ്മൾ വരണം. കാരണം ഒരു ലീഡർഷിപ്പിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഡയറക്ഷൻ കൊടുക്കാൻ സാധിക്കും. സോ ലീഡർഷിപ്പ് ഗിവ്സ് ഡയറക്ഷൻ. നെക്സ്റ്റ്, ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നല്ല റിലേഷൻഷിപ്പ് നിങ്ങൾ ബിൽഡ് ചെയ്യണം. നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്നത് അറിയോ? നിങ്ങളുടെ ടീം മെമ്പേഴ്സിന് കൂടുതൽ കോൺഫിഡൻസ് ലഭിക്കും. ദെൻ മൂന്നാമത്തെ കാര്യം, നിങ്ങളൊരു ക്രിയേറ്റീവ് പേഴ്സൺ ആയിട്ട് മാറണം. നിങ്ങളൊരു ക്രിയേറ്റീവ് പേഴ്സൺ ആയിട്ട് മാറിയാൽ നിങ്ങളുടെ ടീമിലുള്ളവർക്ക് കൂടുതൽ കാപ്പബിലിറ്റി ബിൽഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അവരുടെ കഴിവുകൾ കണ്ടെത്തി അവരെ പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും, അവരെ എൻകറേജ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഒരു ലീഡർ എപ്പോഴും അങ്ങനെയാണ്. കൂടുതൽ ആളുകളെ എൻകറേജ് ചെയ്യാനും കൂടുതൽ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാനും അവർക്ക് കഴിയണം. സോ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക: ലീഡർഷിപ്പ്, റിലേഷൻഷിപ്പ്, ക്രിയേറ്റിവിറ്റി. ലീഡർഷിപ്പ് നിങ്ങളിൽ ഒരു ഡയറക്ഷൻ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയും. റിലേഷൻഷിപ്പ് കോൺഫിഡൻസ് ഉണ്ടാക്കും. ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ ടീം അംഗങ്ങളിൽ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യും, കാപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്യും. സോ ബി എ ടീം പ്ലെയർ. മോദിഗർ എന്ന് പറയുന്ന ഒരു വലിയൊരു ആസാദി ജേണിക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കണം. ആക്ച്വലി നമ്മൾ ആദ്യം പ്രീ ബിസിനസ് കോച്ചിങ് പ്രോഗ്രാമിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ പഠിക്കുന്നത് എങ്ങനെ നമുക്ക് ബിസിനസ് ഓപ്പൺ ചെയ്യാമെന്നാണ്. അതാണ് BOT എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ പഠിക്കുന്നത്. സോ വ്യക്തമായിട്ട് പഠിക്കുക. ടീം ഗ്ലോബൽ ലേണിംഗ് സിസ്റ്റം ഫ്ലോ സൈക്കിൾ, ഇതൊരു സൈക്കിളാണ്. ഈ സിസ്റ്റം ഫ്ലോ സൈക്കിൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. ഇതിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ 9 സ്റ്റെപ്പ് നമ്മൾ പറയുന്നുണ്ട്. ഈ സ്റ്റെപ്പിലൂടെ തന്നെ നമ്മൾ നമ്മുടെ ടീമിനെ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ആദ്യം ചെയ്യേണ്ടത് സ്പോൺസറിങ് ആണ്. അപ്പൊ സ്പോൺസറിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. സ്പോൺസറിങ്ങിന്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം, അല്ലെ? ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യുന്നു, മറ്റുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മൾ ലോഗിൻ ചെയ്ത് അവർക്ക് ഒരു MCA നമ്പർ കൊടുക്കുന്നു. സെക്കൻഡ്, പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം മെറ്റീരിയൽസ് അവരുടെ കയ്യിൽ കിട്ടുന്നു. അതിനുശേഷം നമ്മൾ ടൂൾ പർച്ചേസിലേക്ക് നമ്മൾ പോകും. അപ്പൊ ടൂൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 2 തരം ടൂൾസ് ഉണ്ട്. നമുക്ക് ഹാർഡ് കോപ്പീസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിജിറ്റൽ വേർഷൻസ് ഉണ്ട്. അപ്പൊ അത് രണ്ടും അവരുടെ കയ്യിൽ കിട്ടുന്നു നോക്കുന്നു. നെക്സ്റ്റ്, PBZ ഓർ ശുരുവാത്. ഓൺലൈനിലോ ഓഫ്ലൈനിലോ നിങ്ങളുടെ ടീമിലുള്ളവർക്ക് ആദ്യം കൊടുക്കേണ്ട ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒന്നുകിൽ പ്രീ ബിസിനസ് കോച്ചിങ് പ്രോഗ്രാം അല്ലെങ്കിൽ ശുരുവാത് എന്ന് പറയുന്ന ട്രെയിനിങ് പ്രോഗ്രാം. ഈ 2 പ്രോഗ്രാം നിങ്ങൾ അവർക്ക് കൊടുക്കണം. ഇത് രണ്ടും കൊടുക്കാൻ സാധിച്ചാൽ അത്രയും നല്ലത്. ശുരുവാത് പ്രോഗ്രാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 7:30-ക്കാണ് നടക്കുന്നത്. പ്രീ ബിസിനസ് കോച്ചിങ് പ്രോഗ്രാമിന്റെ ഫേസ്ബുക്ക് ലിങ്ക് ഒരുവിധം എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം നമ്മൾ ബിസിനസ് ഓപ്പണിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിലേക്കാണ് വരുന്നത്. ദാറ്റ് മീൻസ് ഇപ്പൊ നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാണ് ബിസിനസ് ഓപ്പണിംഗ് ട്രെയിനിങ് പ്രോഗ്രാം. അതിനുശേഷമായിരിക്കണം നമ്മുടെ ടീമിലുള്ള ആളുകളെ നമ്മൾ 1 വീക്ക് കോഴ്സിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് DDMO, ഡെയിലി ഡിജിറ്റൽ മെത്തേഡ് ഓഫ് ഓപ്പറേഷൻസ്. സോ ഈ 1 വീക്ക് പ്രോഗ്രാം കഴിയുന്നതോടുകൂടി അവർക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവുന്നു. ദെൻ മെന്ററിങ്, നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ശക്തമായ ഒരു മെന്ററിങ് ഉണ്ടാവണം. നിങ്ങളുടെ ടീമിൽ വരുന്നവർക്ക് കറക്റ്റ് ആയിട്ടുള്ള വഴി നിങ്ങൾ കാണിച്ചു കൊടുക്കണം. ദെൻ അതിനുശേഷം അവർക്ക് പ്രോപ്പറായിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ദെൻ അതിനുശേഷം റെഗുലർ ആയിട്ട് അവരെ വിളിക്കുക, അവരോട് സംസാരിക്കുക, അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക. അഗെയിൻ ദേ ക്യാൻ ഡു സ്പോൺസറിങ്. അങ്ങനെ നമ്മൾ കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും പുതിയ ആളുകളെ കൊണ്ടുവരാൻ സാധിക്കും. സോ ഇറ്റ്സ് എ സൈക്കിൾ, ടീം ഗ്ലോബൽ ലേണിംഗ് സിസ്റ്റം ഫ്ലോ സൈക്കിൾ. സോ ഈ സിസ്റ്റത്തിനനുസരിച്ച് തന്നെ നിങ്ങൾ ടീമിനെ ബിൽഡ് ചെയ്യുക. ഞാൻ പിന്നെയും ആവർത്തിച്ച് പറയുകയാണ്, ഒരു ബ്യൂട്ടിഫുൾ സിസ്റ്റത്തിലൂടെയാണ് നിങ്ങൾ ടീമിനെ ഉണ്ടാക്കുന്നതെങ്കിൽ
നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഫിനാൻഷ്യൽ ഫ്രീഡം ശരിക്കും നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും. അത് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഡയറക്ട് സെല്ലിംഗ് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, മോദിക്കർ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. പക്ഷേ ടീം ഗ്ലോബൽ എന്ന് പറയുന്ന നമ്മുടെ ഓർഗനൈസേഷന്റെ പ്രത്യേകത, കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്നു. ഒരുപാട് പുതിയ ആളുകളെ നമ്മൾ ഈ ബിസിനസ്സിൽ നമ്മൾ അച്ചീവേഴ്സ് ആക്കി മാറ്റുന്നു. ഹൗ ഇറ്റ് ഈസ് പോസിബിൾ? ആൻസർ ഈസ് വെരി സിമ്പിൾ. വി ആർ ഫോളോവിങ് എ വെരി പ്രൂവൺ സിസ്റ്റം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളും ഈ സിസ്റ്റം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ നമ്മളിപ്പോ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഡിഡ് യു പർച്ചേസ് ടൂൾസ്? നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ? പ്രോസ്പെക്ട് ഫയലർ, മൈലേജ് ബുക്ക്, അതുപോലെ മന്ത്ലി പ്ലാനർ, പ്രൊഡക്റ്റ് കാറ്റലോഗ്, ആസാദി ഡയറി, കൊച്ചിൻ ഹെറാൾഡ് മാഗസിൻ, വൺ ഷീറ്റർ, കണക്ട് മാഗസിൻ, ഡെമോ കിറ്റ്, പ്രൊഡക്റ്റ് ഓർഡർ ബുക്കിംഗ് ഫോം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ? ശരിക്കും ഒരുപക്ഷെ ഔട്ട് ഓഫ് ഇന്ത്യ ഒക്കെ ഈ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം ടൂൾസ് ഒന്നും ഒരുപക്ഷെ കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല. നോ പ്രോബ്ലം. ഇതിന്റെ എല്ലാത്തിന്റെയും സോഫ്റ്റ് കോപ്പീസ് അവൈലബിൾ ആണ്. വാട്സപ്പിൽ ഇതിന്റെ എല്ലാത്തിന്റെയും സോഫ്റ്റ് കോപ്പീസ് അവൈലബിൾ ആണ്. അപ്പൊ അതെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അല്ലാത്ത ആൾക്കാരുടെ കയ്യിൽ കറക്റ്റ് ആയിട്ടുള്ള ഹാർഡ് കോപ്പീസ് ഉണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ്, നമ്മൾ ഇതിന്റെ തന്നെ നമ്മുടെ ഡിജിറ്റൽ ടൂൾസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ശരിക്കും അതെല്ലാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടോ? ചോദ്യം വളരെ സിമ്പിൾ ആണ്. മോദിക്കറിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം. ദെൻ ടീം ഗ്ലോബലിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ മെന്റർ ഡോക്ടർ സുരേഖ ഭാർഗവ്, അവരുടെ ഒഫീഷ്യൽ ചാനൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ദെൻ PBC, പ്രീ ബിസിനസ് കോച്ചിങ് പ്രോഗ്രാമിന്റെ ലിങ്ക് നിങ്ങളുടെ മൊബൈൽ ഉണ്ടായിരിക്കണം. സ്പോൺസറിങ് ആൻഡ് ഓൺലൈൻ പർച്ചേസ്, ഇത് രണ്ടിന്റെയും വീഡിയോസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. PDF, ഓപ്പർച്യൂണിറ്റി, പ്രോഡക്ട്സ്, പ്രൈസ് ലിസ്റ്റ് തുടങ്ങിയിട്ടുള്ളതിന്റെ എല്ലാത്തിന്റെയും PDF നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. യൂട്യൂബിന്റെ PDFs ഉണ്ടായിരിക്കണം. ഡൗൺ ടു ഡെസ്ക് പ്രൊഡക്ട് ട്രെയിനിങ്, മിനിമം ഒരു 25 പ്രൊഡക്ട്സിന്റെ പ്രൊഡക്ട് ട്രെയിനിങ്ങിന്റെ PDF നിങ്ങളുടെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. ദെൻ പവർ ഓഫ് MLM, പവർ ഓഫ് മോദിക്കർ തുടങ്ങിയിട്ടുള്ള ഓഡിയോ സീരീസ് അവൈലബിൾ ആണ്. അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പുതിയ ഓഫേഴ്സ് വരുന്ന സമയത്ത് അതിന്റെ പോസ്റ്റേഴ്സ് ഉണ്ടായിരിക്കണം. ഒപ്പം മോദിക്കർ വെബ്സൈറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. മോദിക്കർ വെബ്സൈറ്റിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ടൂൾസും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ടീമിൽ വരുന്ന ഒരു വ്യക്തിക്ക് നിങ്ങൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തി ഒരു ലീഡർഷിപ്പിലേക്ക് വരികയാണ് ചെയ്യുന്നത്. പ്രീ ബിസിനസ് കോച്ചിങ് പ്രോഗ്രാമിന് ശേഷം നമ്മൾ ബിസിനസ് ഓപ്പണിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നു. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഒന്നുകിൽ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രോഗ്രാമിന്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ ഈ PPT വെച്ച് നിങ്ങളുടെ ഓൺ ട്രെയിനിങ് പ്രോഗ്രാം നിങ്ങൾക്ക് കൊടുക്കാം. 2 പ്രോഗ്രാം കഴിയുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ ഫൗണ്ടേഷൻ കുറെ കൂടി സ്ട്രോങ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ നമുക്ക് സാധിക്കും. പ്രീ ബിസിനസ് കോച്ചിങ് ഓർ PBC ശുരുവാത്. പ്രൊഡക്ട് ട്രെയിനിങ്ങിന് പ്രൊഡക്റ്റ് വാങ്ങിച്ചു, അതിനുശേഷം ടൂൾസ് വാങ്ങിച്ചു, അതിനുശേഷം പ്രീ ബിസിനസ് കോച്ചിങ് അല്ലെങ്കിൽ ശുരുവാത് പ്രോഗ്രാം. സോ ടീം ഗ്ലോബൽ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ നിന്ന് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ദെൻ അറ്റൻഡ് പ്രീ ബിസിനസ് കോച്ചിങ് സെഷൻ, നിങ്ങൾ അത് നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം. ദെൻ അതുപോലെ തന്നെ മേക്ക് എ സൂം സെഷൻ വിത്ത് യുവർ ഗ്രൂപ്പ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ PBC പ്രോഗ്രാം നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിലുള്ളവരുമായിട്ട് ഒരു സൂം പ്രോഗ്രാം വെച്ച് അതിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഓരോ ശുരുവാതാണെങ്കിലും അതുപോലെ തന്നെ PBC ആണെങ്കിലും ശരി, ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ടീമിലുള്ളവരോട് നിങ്ങൾ ഫീഡ്ബാക്സ് ചോദിക്കാൻ തയ്യാറാവണം. അത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ബിസിനസ് ഓപ്പണിംഗ് ട്രെയിനിങ് പ്രോഗ്രാം, ഈ പ്രോഗ്രാമിലേക്ക് നമ്മൾ അവരെ ഇൻവൈറ്റ് ചെയ്യും. സോ ഈ പ്രോഗ്രാമിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എംപ്ലോയിയിൽ നിന്ന് ഒരു എന്റർപ്രണറിലേക്കുള്ള ഒരു മാറ്റത്തെയാണ് നമ്മൾ ആദ്യം ഈ പ്രോഗ്രാമിൽ നമ്മൾ ചൂണ്ടിക്കാണിച്ചത്. സോ ഓരോ പ്രോഗ്രാമിനും ഓരോ ഒബ്ജക്റ്റീവ് ഉണ്ട്. പല ആളുകളും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഫെയിലിയർ ആവാനുള്ള റീസൺ, അവർ ബിസിനസ്സിൽ വന്നതിന് ശേഷവും അവരൊരു എംപ്ലോയി മൈൻഡ് സെറ്റിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അവരുടെ കോർ ബിലീഫ്, അവരുടെ ബിലീഫ് സിസ്റ്റം പലപ്പോഴും ഒരു എംപ്ലോയിയുടെയാണ്. അത് മാറ്റാൻ നമ്മൾ തയ്യാറായാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന എന്റർപ്രണർ ആവാൻ നമുക്ക് സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ബിസിനസ് ഓപ്പണിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിന് ഒരു വലിയ റോൾ ഉണ്ട്. എംപ്ലോയിൽ നിന്ന് ഒരു എന്റർപ്രണർ ആക്കി മാറ്റാൻ ആ വ്യക്തിയെ സഹായിക്കുന്ന ഒരു മൊഡ്യൂളാണ് നമ്മൾ ബിസിനസ് ഓപ്പണിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ബിസിനസ് ഓപ്പണിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിൽ നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ നമ്മളൊരു മാജിക് കോർണർ നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം. അത് നമ്മുടെ കൂടെയുള്ളവരെ നമ്മൾ പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം. സ്റ്റാർട്ട് ബിസിനസ് ഫ്രം ഹോം. നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾ ബിസിനസ് തുടങ്ങാൻ പഠിക്കണം. സെറ്റ് യുവർ മാജിക് കോർണർ അറ്റ് യുവർ ലിവിംഗ് റൂം. നിങ്ങളുടെ ലിവിംഗ് റൂമിൽ തന്നെ ഒരു മാജിക് കോർണർ നിങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഇപ്പോഴത് കാണിച്ചിരിക്കുന്നത് ഞാൻ എന്റെ മാജിക് കോർണർ ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇറ്റ്സ് എ സൈലന്റ് ഇൻവിറ്റേഷൻ ഫോർ യുവർ ഗസ്റ്റ്. നിങ്ങളുടെ വീട്ടിൽ വരുന്ന അതിഥികൾക്കുള്ള ഒരു സൈലന്റ് ഇൻവിറ്റേഷൻ ആണ്. ദെൻ മേക്ക് എ ഹാബിറ്റ് ഓഫ് പിക്കിംഗ് പ്രൊഡക്ട്സ് ഫ്രം മാജിക് കോർണർ. പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ടത് DP-യിൽ നിന്നാണ്, പക്ഷേ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള പ്രൊഡക്ട്സുകൾ നമ്മൾ എടുക്കേണ്ടത് ഈ മാജിക് കോർണറിൽ നിന്നാണ്. സോ അങ്ങനെ നമ്മൾ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മാജിക് കോർണർ റെഗുലർ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. പുതിയ പുതിയ പ്രോഡക്റ്റുകൾ നമുക്ക് മെല്ലെ മെല്ലെ അവിടെ
പുതിയ പ്രൊഡക്റ്റുകൾ നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും. വീണ്ടും നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുന്നു, വീണ്ടും പുതിയ പ്രൊഡക്റ്റുകൾ വെക്കുന്നു. സോ മാജിക് കോർണർ നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ പഠിപ്പിക്കണം. ഇവിടെ നിങ്ങൾക്ക് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന മാജിക് കോർണേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്തിട്ടുള്ള മാജിക് കോർണറുകളാണ്. ഓക്കെ, സോ എല്ലാവരും, നമ്മുടെ ടീമിലുള്ള എല്ലാവരും ഈ പറയുന്ന മാജിക് കോർണർ ചെയ്യാൻ വേണ്ടി നിർബന്ധമായിട്ടും ശ്രമിക്കുക. അതൊരു സിസ്റ്റമാണ്, നമ്മുടെ ടീം ഗ്ലോബൽ കമ്മ്യൂണിറ്റിയുടെ ഒരു സിസ്റ്റമാണ്. ഓക്കെ, ദെൻ പ്രൊഡക്ട്സ് ആർ ദ ബാക്ക് ബോൺ. ബിസിനസ് ഓപ്പണിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ കൂടെയുള്ള ആളുകളോട് നിങ്ങൾ സംസാരിക്കേണ്ടത് വിച്ച് ആർ ദ പ്രൊഡക്ട്സ് യു പർച്ചേസ്. എന്തൊക്കെ പ്രൊഡക്ട്സുകളാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തത്, ഏതൊക്കെ പ്രൊഡക്ട്സ് നിങ്ങൾ എടുത്തു, അതിന്റെ ഫീച്ചേഴ്സും ബെനിഫിറ്റ്സും യൂസും ഒക്കെ എന്താണെന്നുള്ളത് അവർക്ക് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കും. അത് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാണ്, ബിസിനസ് ഓപ്പണിംഗ് ട്രെയിനിങ്ങിന്റെ ഭാഗമാണ്. പുതുതായിട്ട് ജോയിൻ ചെയ്ത ആളുകളുടെ പ്രോഡക്ട്സ് എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്താണ്, ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളത് അവരോട് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ, ചോദിച്ച് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാവണം. ഒപ്പം 2 പുതിയ പ്രൊഡക്റ്റുകൾ അവരോട് ഡെയിലി പഠിക്കാൻ വേണ്ടി നമ്മൾ പറയണം. ദെൻ ലിസ്റ്റ് ഫ്യൂ പ്രൊഡക്ട്സ് ഫോർ ഷെയറിംഗ്. മറ്റുള്ളവരോടൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നതെന്ന് അവരോട് ചോദിക്കുക. ദെൻ സ്റ്റാർട്ട് ആൻഡ് ലേൺ യുവർ ഡെമോൺസ്ട്രേഷൻസ്. അറ്റ്ലീസ്റ്റ് ഒരു 5 to 10 ഡെമോൺസ്ട്രേഷൻസ് നമ്മൾ പഠിക്കുക. ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഡെമോൺസ്ട്രേഷൻസ് നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക. Then which is your favorite wellness product? വെൽനസ്സിൽ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഏതാണെന്നുള്ളത് അവരോട് ചോദിക്കുക. സോ അത് എന്തിനാ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ടേസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റുകൾ അവർക്ക് പരിചയപ്പെടുത്താൻ നമുക്ക് സാധിക്കും. എപ്പോഴും ഒരു പുതിയ വ്യക്തിയെയാണ് നമ്മൾ ഈ ബിസിനസ് ഓപ്പണിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രഷ്നെസ്സോട് കൂടി നമ്മുടെ കൂടെയുള്ള ആളുകളെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക. ഓക്കെ, ദെൻ നമ്മുടെ ബിസിനസിന്റെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ നമ്മുടെ കൂടെയുള്ള നമ്മുടെ പുതിയ ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ബി എ കസ്റ്റമർ. എപ്പോഴും നമ്മളൊരു നല്ല കസ്റ്റമർ ആയിരിക്കണം. ചേഞ്ച് യുവർ ഷോപ്പ് ടുഡേ. ഇങ്ങനെ ഷോപ്പ് ചേഞ്ച് ചെയ്യാൻ തയ്യാറായ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ കൂടെ വരുമ്പോഴാണ് നമ്മളുടെ ഓർഗനൈസേഷൻ ഒരു വലിയ ഓർഗനൈസേഷൻ ആയിട്ട് മാറുന്നത്. ദെൻ ചേഞ്ച് യുവർ ബൈങ് ഹാബിറ്റ്സ് ആൻഡ് ബൈ ദോസ് പ്രൊഡക്ട്സ് ഫ്രം യുവർ ഓൺ ഷോപ്പിംഗ്. നിങ്ങൾ നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് ആ പ്രൊഡക്ട്സുകൾ പർച്ചേസ് ചെയ്യുക. നിങ്ങളുടെ ഷോപ്പ് മീൻസ് നിങ്ങളുടെ മാജിക് കോർണർ. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലൊരു ഹോം ഷോപ്പിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഷോപ്പിൽ നിന്ന് നിങ്ങൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവും. യൂസിങ് പ്രൊഡക്ട്സ്, ട്രൈ ടു ബിൽഡ് എ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് ഓൺ പ്രൊഡക്ട്സ്. പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് നല്ലൊരു ട്രസ്റ്റ്, നല്ലൊരു കോൺഫിഡൻസ് പ്രൊഡക്ട്സിൽ നമുക്ക് ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന കാര്യത്തിൽ മാക്സിമം പ്രൊമോഷൻസ് കൊടുക്കുക. ദെൻ പ്രൊഡക്റ്റിന്റെ റിസൾട്ടിൽ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കണം. പ്രൊഡക്റ്റിന്റെ റിസൾട്ടിൽ നമ്മൾ വളരെ എക്സൈറ്റഡ് ആയിരിക്കണം. പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് നമ്മൾ ഇത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. പോയിന്റുകൾ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ 1 by 1 ഓരോരോ പോയിന്റുകൾ ആഡ് ചെയ്ത് ഞാൻ പറയുന്നത്. ഓക്കെ, ദെൻ ഇനിയിട്ട് നമ്മൾ ബിസിനസ് ഓപ്പണിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിൽ നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മുടെ 7 സ്റ്റെപ്പ് സക്സസ് സിസ്റ്റമാണ്. 7 സ്റ്റെപ്പുകളാണ് നമ്മുടെ ബിസിനസ്സിൽ നമുക്കുള്ളത്. പ്രോസ്പെക്ടിങ് ഓർ ലിസ്റ്റ് ബിൽഡിംഗ്, ദെൻ ഇൻവൈറ്റിംഗ് ഓർ അപ്പോയിന്റ്മെന്റ്, ദെൻ ഷോ ദ പ്ലാൻ. ഒന്നുകിൽ ഹൗസ് പാർട്ടി ആയിരിക്കും, അല്ലെങ്കിൽ സൂം പ്രസന്റേഷൻ ആയിരിക്കും. ദെൻ അറ്റൻഡ് ആൻഡ് പ്രൊമോട്ട് മീറ്റിംഗ്സ് ആൻഡ് ട്രെയിനിങ്സ്. ഈ ആദ്യത്തെ 4 പോയിന്റിനെയാണ് നമ്മൾ 4 ബേസിക്സ് നമ്മൾ വിളിക്കുന്നത്. സോ പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് നമ്മൾ നിർബന്ധമായിട്ടും ഈ 4 ബേസിക്സ് നമ്മൾ പഠിപ്പിക്കണം. അതിനുശേഷം 3 പോയിന്റുകൾ. നെവർ ഡു എനിത്തിങ് വിതൗട്ട് ചെക്കിംഗ് യുവർ ഗ്രോയിങ് അപ്ലൈൻ. നിങ്ങളുടെ അപ്ലൈനോട് ചോദിക്കാതെ നിങ്ങൾ പുതുതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. നെവർ പാസ് എനി നെഗറ്റീവ് കമന്റ്സ് ടു യുവർ ഡൗൺ ലൈൻ ആൻഡ് ക്രോസ് ലൈൻസ്. നിങ്ങളുടെ ക്രോസ് ലൈൻസിലേക്കോ നിങ്ങളുടെ അപ്ലൈൻ്റെ മറ്റുള്ള ടീമിലേക്കോ നിങ്ങളുടെ ഡൗൺലൈനിലേക്കോ നെഗറ്റീവ് മെസ്സേജുകൾ പാസ് ചെയ്യാൻ പാടില്ല. ദെൻ നിങ്ങളുടെ ടീമിലുള്ളവരുടെ ഈഗോ, നിങ്ങളുടെ ടീമിലുള്ളവരുടെ മണി, നിങ്ങളുടെ ടീമിലുള്ളവരുടെ സ്പൗസ്, ഇവരുമായിട്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക. ഒരിക്കലും അതിനെ ഡിസ്റെസ്പെക്ട് ചെയ്യാൻ പാടില്ല. ഇതാണ് 7 സ്റ്റെപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൽ ആദ്യത്തെ 4 സ്റ്റെപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന എല്ലാവരോടും നമ്മൾ വളരെ നിർബന്ധമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്, ആദ്യത്തെ 15 ദിവസം പ്ലാൻ കേട്ട് ഉടനെ തന്നെ മറ്റുള്ളവരെ പോയി ഇൻവൈറ്റ് ചെയ്യാനോ മറ്റുള്ളവരോട് പ്രസന്റേഷന് പോകാനോ നിൽക്കരുത്. പ്ലീസ്, ദ ഫസ്റ്റ് 15 days, അറ്റ്ലീസ്റ്റ് ഒരു 10 days എങ്കിലും നിങ്ങൾ പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കുക. ലേണിംഗ്. പിന്നെയാണ് ഡൂയിങ് വരുന്നത്. ലേണിംഗ്. മുൻപൊന്നും നമുക്കിത് പ്രാക്ടിക്കലി പറയാൻ ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ കിട്ടുന്നത് 3-4 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ലഭിച്ചിരുന്നത്. അതുകൊണ്ട് നമുക്കിത് പറയാൻ കഴിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ ടീം ഗ്ലോബൽ ഓൺലൈൻ ലേണിംഗ് സിസ്റ്റം വളരെ പവർഫുൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് 15 days, ആദ്യത്തെ ഒരു 15 ദിവസം നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾ ട്രെയിനിങ് പ്രോഗ്രാമുകളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് PBC അറ്റൻഡ് ചെയ്യാം, പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് BOT അറ്റൻഡ് ചെയ്യാം, പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് DDMO അറ്റൻഡ് ചെയ്യാം, അതിനുശേഷം നിങ്ങളുടെ കമാൻഡോ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാം. ഇങ്ങനെ സോ മെനി പ്രോഗ്രാംസ് ആണ്. ഇഷ്ടം പോലെ പ്രോഗ്രാമുകളുണ്ട്. ബിസിനസ് സെമിനാറുകൾ നടക്കുന്നു, ഓപ്പർച്യൂണിറ്റി മീറ്റിംഗുകൾ നടക്കുന്നു, കമ്പനി ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടക്കുന്നു. എല്ലാ ദിവസവും നമുക്ക് കമ്പനി പ്രൊഡക്റ്റ് ട്രെയിനിങ് നടക്കുന്നുണ്ട്.
സോ ഇഷ്ടം പോലെ പ്രോഗ്രാമുകൾ നമുക്ക് അവൈലബിൾ ആണ്. സോ ഈ പ്രോഗ്രാമുകൾ മുഴുവൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ജോയിൻ ചെയ്ത് അവിടുന്ന് രണ്ടാമത്തെ ദിവസം തന്നെ ആളുകളുടെ പിന്നാലെ നടക്കുകയല്ല വേണ്ടത്. ഇത് ആളുകളുടെ പിന്നാലെ നടക്കുന്ന ബിസിനസ് അല്ല. വി ആർ ഓഫറിങ് ആൻ ഓപ്പർച്യൂണിറ്റി. മനസ്സിലാക്കുക, നമ്മൾ ആളുകളുടെ പിന്നാലെ നടക്കുന്നതും നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ഓഫർ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓപ്പർച്യൂണിറ്റി ഓഫർ ചെയ്യാൻ കഴിയണമെങ്കിൽ ആദ്യം നിങ്ങളിൽ ഒരു വിശ്വാസം ഉണ്ടാവണം. നിങ്ങളിൽ വിശ്വാസം ഉണ്ടെങ്കിലേ നിങ്ങൾക്കത് വിൽക്കാൻ കഴിയുള്ളൂ. എന്തും അങ്ങനെയാണല്ലേ. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ എനിക്കത് വിൽക്കാൻ പറ്റുള്ളൂ, എന്റെ കയ്യിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ എനിക്കത് വിൽക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നത് പോലെ നിങ്ങളിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ആ വിശ്വാസം വിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നിങ്ങളിൽ വിജയിക്കുമെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിലേ മറ്റുള്ളവരെ വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയൂ. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. പല ആളുകളുടെ ഉള്ളിലും ഇത് ഇല്ല. ഈ ഇല്ലാത്ത സാധനം വിൽക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് വാങ്ങിക്കാൻ തോന്നില്ല. നിങ്ങളിൽ ഉള്ളൊരു സാധനത്തിന് നിങ്ങൾ വിൽക്കാൻ ശ്രമിച്ചാൽ ആളുകൾക്ക് വാങ്ങിക്കാൻ തോന്നും. കാരണം അതിനെ മനോഹരമായിട്ട് നിങ്ങൾ കാണിക്കാൻ നിങ്ങൾക്ക് പറ്റും. മറ്റേത് കാണിക്കാൻ പറ്റില്ല. മറ്റേതൊരു ഊഹമാണ്. ഈ ബിസിനസ് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇതിൽ കാശ് കിട്ടുന്നൊക്കെ പറയുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസമില്ല. നിങ്ങളിൽ വിശ്വാസമില്ലാത്ത, നിങ്ങളില്ലാത്ത ഒന്നിനെ നിങ്ങൾക്ക് എങ്ങനെ വിൽക്കാൻ പറ്റും? അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായിട്ട് പഠിക്കുക. എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനുവേണ്ടിയാണ് നമ്മൾ PBCക്ക് ശേഷം നമ്മൾ ബിസിനസ് ഓപ്പണിംഗ് ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ലേൺ 4 ബേസിക്സ്. സ്ട്രോങ് 4 പില്ലേഴ്സ് ഓഫ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. കഴിഞ്ഞ 40-50 വർഷമായിട്ട് ഈ ഇൻഡസ്ട്രി ലോകത്തുണ്ട്. ഈ 4 ബേസിക്സിൽ ഒരു മാറ്റം വന്നിട്ടില്ല. ഈ 4 അടിസ്ഥാന തത്വങ്ങളിൽ ഒരു മാറ്റം വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ 4 ബേസിക്സ് നമ്മൾ പഠിക്കണം. 4 ബേസിക്സ്: ലിസ്റ്റ് ബിൽഡിംഗ്, ഇൻവിറ്റേഷൻ, ഷോ ദ പ്ലാൻ ആൻഡ് അറ്റൻഡ് ഇവന്റ്സ്. 4 കാര്യങ്ങളാണ് നമ്മൾ 4 ബേസിക്സ് നമ്മൾ പഠിക്കാനുള്ളത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മോദിക്കർ ബിസിനസിനെ താങ്ങി നിർത്തുന്ന 4 തൂണുകൾ എന്ന് പറയുന്നത് ഈ 4 കാര്യങ്ങളാണ്. ഈ 4 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അതിൽ ഒരു കോംപ്രമൈസ് ചെയ്യരുത്. മൈ 500 ഫാമിലീസ് യൂസിങ് മൊബൈൽ കോൺടാക്ട്സ്. നിങ്ങളുടെ മൊബൈൽ കോൺടാക്ട്സിലുള്ള ഒരു 500 ഫാമിലീസിന്റെ ലിസ്റ്റ് മൈ ലിസ്റ്റ് ബുക്കിൽ നിങ്ങൾ എഴുതാൻ തയ്യാറാവണം. മൈ ലിസ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ആളുകൾ ഒരു നോട്ട് ബുക്കിൽ എഴുതാൻ തയ്യാറാവണം. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ആളുകൾക്കെല്ലാം മൈ ലിസ്റ്റ് ബുക്ക് ലഭിക്കാറുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മാനേജറെ കോൺടാക്ട് ചെയ്യാം. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം മൈ 500 ഫാമിലീസിന്റെ ഒരു ലിസ്റ്റ് ഒരു നോട്ട് ബുക്കിൽ നിങ്ങൾ എഴുതാൻ തയ്യാറാവണം. നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലൈൻ്റെ കൂടെ ഇരുന്നുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗൺലൈൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരു നല്ല ലിസ്റ്റ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ലിസ്റ്റ് ആണ് ഈ ബിസിനസ്സിൽ നമ്മളെ വിജയിപ്പിക്കുന്നത്. മോസ്റ്റ് അംബീഷ്യസ് പീപ്പിൾ, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള, ബിസി ആയിട്ടുള്ള, ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളുകളെയാണ് നമ്മൾ ലിസ്റ്റിലേക്ക് കൊണ്ടുവരേണ്ടത്. ഡോണ്ട് പ്രീ ജഡ്ജ്. അവരെ നിങ്ങൾ മുൻവിധികളോടെ നിങ്ങൾ സമീപിക്കരുത്. പിന്നെ നിങ്ങളുടെ ബെസ്റ്റ് ഫാമിലി ഫ്രണ്ട്സിനെ ഒരിക്കലും മാറ്റി നിർത്തരുത്. നിങ്ങൾ ചിലപ്പോൾ മാറ്റി നിർത്തും, പക്ഷേ മറ്റുള്ളവരുടെ ഫ്രണ്ട്സും കൂടെ ആയിരിക്കാം അവർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നിങ്ങളുടെ ബെസ്റ്റ് ഫാമിലി ഫ്രണ്ട്സ് മറ്റു ടീമിലായിരിക്കും ഒരുപക്ഷെ പോയി ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അവരെ മാറ്റി നിർത്തരുത്. ദെൻ ക്രിയേറ്റ് അറ്റ്ലീസ്റ്റ് എ ബിസിനസ് കാർഡ് ഡെയിലി. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ട, നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഹാബിറ്റ് ആണ് ഒരു ദിവസം ഒരു പുതിയ ആളെങ്കിലും പരിചയപ്പെടാൻ എന്ന് പറയുന്നത്. ഒരു ദിവസം ഒരു പുതിയ ആളെങ്കിലും പരിചയപ്പെടാം. പലർക്കും ഞാൻ ഇപ്പോ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ടോട്ടലി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് പലരുടെയും ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ആളുകളെ പരിചയപ്പെടുന്ന ഹാബിറ്റ് ഇല്ല. നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് നിലനിൽക്കാനും വിജയിക്കാനും വേണ്ട പ്രധാനപ്പെട്ട ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് നിരന്തരം പുതിയ ആളുകളെ പരിചയപ്പെട്ടുകൊണ്ടേയിരിക്കുക. അതൊരു ഹാബിറ്റാക്കി മാറ്റുക. അത് നിങ്ങളുടെ ഒരു ക്യാരക്ടറിന്റെ ഭാഗമാക്കി നിങ്ങൾ മാറ്റണം. ഓക്കെ, ഇനി ഒരു ദിവസം നിങ്ങൾക്ക് പുതിയൊരാളെ പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ദിവസം നിങ്ങളുടെ പരിചയം ഒന്ന് പുതുക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഏതെങ്കിലും പഴയ പരിചയം ഉണ്ടെങ്കിൽ അതൊന്ന് റിന്യൂ ചെയ്യാൻ നിങ്ങൾ. ഈ ഹാബിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ദെൻ മോസ്റ്റ് സക്സസ്ഫുൾ പീപ്പിൾ, ഓൾറെഡി പല ബിസിനസ്സിലും വിജയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരെ നിങ്ങൾ ഒരിക്കലും വിട്ടുകളയാൻ പാടില്ല. ബിക്കോസ് അവർക്ക് പെട്ടെന്ന് പുതിയ അവസരങ്ങൾ മനസ്സിലാവും. അതുകൊണ്ടാണ് അവർ സക്സസ്ഫുൾ ആയിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് 1 minute break.
ഓക്കെ ഫ്രണ്ട്സ്, സോ ലിസ്റ്റ് ബിൽഡിംഗിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ സംസാരിച്ചത്. കുറച്ച് കൂടുതൽ കാര്യങ്ങൾ കൂടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നു. ആസ്ക് ദ റെഫറൽസ് ഫോർ റെഫറൽസ്. അതായത് പലപ്പോഴും നിങ്ങളുടെ ഒരുപക്ഷെ വളരെ ക്ലോസ് ഫ്രണ്ടിന് ഈ ബിസിനസ്സിനോട് താല്പര്യം കുറവായിരിക്കാം. അപ്പൊ നമ്മളവിടെ ചെയ്യേണ്ട കാര്യം എന്താണ്? അദ്ദേഹത്തിന് റെഫർ ചെയ്യാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ ചോദിക്കാൻ തയ്യാറാവുക. അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡ് ദ SW റൂൾ. SW റൂൾ എന്ന് വെച്ചാൽ someone will do it, some won't do it, someone is waiting for you. ചില ആളുകൾ ചെയ്യും, ചില ആളുകൾ ചെയ്യില്ല. നമ്മൾ ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ വളരെ ഹിറ്റായ ഒരു ചൊല്ലുണ്ട്, ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയായില്ല. എന്റേത് ശരിയായില്ല, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്നത് പോലെ ചില കേസ് ചിലപ്പോൾ നിങ്ങളുടെ ശരിയാവും, ചില കേസ് ശരിയാവില്ല. ഇനി ശരിയായിട്ടില്ല എന്ന് വെച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ചെയ്തുകൊണ്ടേയിരിക്കുക. someone is waiting for you. ആരൊക്കെയോ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്, ഒരു സംശയവുമില്ല. ഇപ്പൊ കൊറോണ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ടെന്നുള്ളത്. അതുവരെ എനിക്ക് മനസ്സിലായിരുന്നില്ല. കൊറോണ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഒരു അവസരത്തിന് വേണ്ടി ഇഷ്ടം പോലെ ആളുകൾ കാത്തിരിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പൊ അത് ആളുകളോട് പറയാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ പ്രോസ്പെക്ട് ലിസ്റ്റ് ബട്ട് ഡു നോട്ട് ക്വാളിഫൈ ദം. നമ്മൾ പ്രോസ്പെക്ട് ലിസ്റ്റ് എഴുതുന്ന ആളുകൾ നമ്മൾ ക്വാളിഫൈ ചെയ്യാൻ പാടില്ല. അതായത് അവർ ചെയ്യും, അവർ ചെയ്യില്ല, അവർ അങ്ങനെയായിരിക്കും, അവർ എലിയാണ്, അവർ പുലിയാണ്, അതൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് എപ്പോഴും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇൻക്രീസ് യുവർ നമ്പർ മൈ ഫ്രണ്ട്സ്. നിങ്ങളുടെ നമ്പർ നിങ്ങൾ ഇൻക്രീസ് ചെയ്യണം. ബിക്കോസ് ഇറ്റ്സ് എ നമ്പേഴ്സ് ഗെയിം. കൂടുതൽ ആളുകളെ കാണാൻ തയ്യാറാണെങ്കിൽ ഡെഫിനറ്റ്ലി കുറച്ച് പേര് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കും. അതൊരു യൂണിവേഴ്സൽ ലോ ആണ്. അല്ലാതെ ഭയങ്കര ഭംഗിയിൽ പ്രസന്റ് ചെയ്താൽ മാത്രമേ, ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻസ് കൊടുത്താൽ മാത്രമേ ആളുകൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മണ്ടത്തരമാണ്. ഇൻക്രീസ് യുവർ നമ്പർ, ദെൻ എൻകറേജിങ് വിസിറ്റ്സ്. ചില ആളുകൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിസിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം അവർ ഒരു പക്ഷേ വളരെ നല്ല പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരാളാണെങ്കിൽ മേ ബി ആദ്യത്തെ വിസിറ്റിൽ അവർ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യണമെന്നില്ല. സോ നമ്മൾ പിന്നെയും നമ്മൾ അവരെ നിരന്തരം നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ, ദാറ്റ് മീൻസ് അവരെ നമ്മൾ പോയി കാണുന്നു, സംസാരിക്കുന്നു, വിളിക്കുന്നു, വാട്സപ്പ് അയക്കുന്നു. അപ്പോഴായിരിക്കും ഒരുപക്ഷെ അവർ ബിസിനസ്സിലേക്ക് താല്പര്യം കാണിക്കുന്നത്. കാരണം അവർ ഒരുപക്ഷെ മാറി നിന്ന് നമ്മളെ വീക്ഷിക്കുന്നുണ്ടാവും, നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. ഓ, ജിഷാദ് എത്ര നാളത് ചെയ്യും, ഒന്ന് കാണണമല്ലോ. എന്റെ ലൈഫിൽ ദാറ്റ് മീൻസ് മോദി കെയർ കരിയറിൽ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. പിടിച്ചു നിന്നതിന്റെ വിജയമാണ്. അതുകൊണ്ട് ജിഷാദ് എന്തായാലും നമുക്ക് ഇനി മുന്നോട്ട് പോകാം, ഞങ്ങൾ ഒരുമിച്ച് ജോയിൻ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ വന്ന് ബിസിനസ് പിന്നീട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ലിസ്റ്റ് ബിൽഡിംഗിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തമ്പ് റൂൾ നമ്മൾ നെറ്റ്വർക്ക് എനർജി വർക്ക്ഷോപ്പ് പ്രോഗ്രാമിൽ നമ്മൾ പറയാറുണ്ട്. സെയിം ലെവൽ ആൻഡ് അബവ് ലെവൽ പീപ്പിൾ. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, നിങ്ങളുടെ കൂടെ ബിസിനസ്സിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾ, നിങ്ങൾ റിക്രൂട്ട് ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ നിലവാരത്തിലോ നിങ്ങളെക്കാൾ ഉയർന്ന നിലവാരത്തിലോ ചിന്തിക്കുന്നവരായിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പല ആളുകളും ബിസിനസ്സിൽ തോറ്റുപോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ലെവൽ ആൻഡ് ബിലോ ലെവൽ പീപ്പിൾ, അങ്ങനെയുള്ള ആളുകളെയാണ് ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. മണ്ടത്തരമാണ്. ഇറ്റ്സ് എ റോങ് സിസ്റ്റം. തെറ്റാണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. സെയിം ലെവൽ ആൻഡ് അബവ് ലെവൽ പീപ്പിൾ. നിങ്ങളുടെ നിലവാരമെങ്കിലും മിനിമം ഉണ്ടാവണം, അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന നിലവാരത്തിൽ ചിന്തിക്കുന്നവരായിരിക്കണം. ഞാൻ പറഞ്ഞത് ചിന്തകളുടെ നിലവാരമാണ് ഞാൻ പറഞ്ഞത്. ജീവിത നിലവാരമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ നിലവാരമോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്, ചിന്തകളുടെ നിലവാരമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ലിസ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്യുന്നു. ഈ ലിസ്റ്റ് ബിൽഡ് ചെയ്തതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 3 ക്രൈറ്റീരിയ നമ്മൾ വെക്കുന്നു. ദാറ്റ് മീൻസ് 25 വയസ്സ് കഴിഞ്ഞ, കല്യാണം കഴിച്ച, നിലവിൽ ജോലിയുള്ള ആളുകളെ നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. പുതിയൊരു ലിസ്റ്റിലേക്ക് നമ്മൾ മാറ്റിയിടുന്നു. ഓക്കെ, നമ്മളൊരു 300 പേരുടെ 500 പേരുടെ ലിസ്റ്റ് നമ്മൾ എഴുതിയതിനു ശേഷം 25 വയസ്സ് കഴിഞ്ഞ, കല്യാണം കഴിഞ്ഞ, നിലവിൽ ജോലിയുള്ള ആളുകൾ, ഈ 3 കാറ്റഗറി. കാരണം ഈ 3 കാറ്റഗറിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശപ്പ് കൂടുതലായിരിക്കും. വിശപ്പ് കൂടുന്ന ആളുകളെയാണ് നമുക്ക് ബിസിനസ്സിൽ ആവശ്യമുള്ളത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരുടെ മാരേജ് കഴിഞ്ഞു, അവർ കമ്മിറ്റഡ് ആണോ, അവർ നിലവിൽ ജോലിക്ക് പോകുന്നതിനർത്ഥം ദേ ആർ ഓൾ ലീഡേഴ്സ്, അവരവരുടെ ജീവിതം നയിക്കുന്നവരാണ്. സോ അങ്ങനെയുള്ള ആളുകളോടായിരിക്കണം നമ്മൾ ആദ്യം, അവരെയാണ് നമ്മൾ ഇൻവിറ്റേഷൻ നമ്മൾ ചെയ്യേണ്ടത്. അവരെയാണ് നമ്മൾ ആദ്യം ബിസിനസ്സിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലർക്കും അറിയില്ല ആദ്യം ആരെയാണ് ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ദെൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ഒരു അവസരത്തിൽ നമ്മൾ അത് പ്രത്യേകം എടുത്തു പറയണം. ലിസ്റ്റ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത്, പ്രോസ്പെക്ട് ലിസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇന്ന് വളരെ ഈസിയാണ്. ബിക്കോസ് സോഷ്യൽ മീഡിയ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഫേസ്ബുക്കും യൂട്യൂബും വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഗൂഗിളും തുടങ്ങി നിരവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, പുതിയ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് എന്ന് പറയുന്നത് വിതൗട്ട് സോഷ്യൽ മീഡിയ ഇറ്റ്സ് നോട്ട് പോസിബിൾ.
സോഷ്യൽ മീഡിയയുടെ ഹെൽപ്പ് ഇല്ലാതെ ഇനി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യാന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് സോഷ്യൽ മീഡിയ നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യുക. നമുക്ക് സാധ്യമായ സോഷ്യൽ മീഡിയയിലും നമ്മൾ അക്കൗണ്ട് നമ്മൾ എടുക്കണം. അവിടെയൊക്കെ നമ്മൾ മാർക്കറ്റിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യണം. വെറുതെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു മെമ്പർ ആയിട്ട് കാര്യമില്ല. ഫ്രണ്ട്സ്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക എല്ലാവരും. നമ്മളൊരു സോഷ്യൽ മീഡിയ മെമ്പർ ആയിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മൾ സോഷ്യൽ മീഡിയ മെമ്പർ ആയിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നമ്മൾ സോഷ്യൽ മീഡിയ മെമ്പർ ആവുന്നതിനൊപ്പം തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിലേക്ക് നമ്മൾ കിടക്കണം. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്താണ്? സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് അറിയുന്ന ആളുകളോട് മാത്രമാണ് നമ്മൾ ബിസിനസ് സംസാരിക്കുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ബിസിനസിന്റെ സാധ്യതകൾ നിങ്ങൾ വലിയൊരു ലോകത്തിനോട്, വലിയൊരു ഗ്രൂപ്പ് ആളുകളോട് നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മോദി കെയറിലെ ഓരോരോ അച്ചീവ്മെന്റ്സും, നിങ്ങളുടെ അപ്ലയൻസിന്റെ ഇപ്പൊ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ നേട്ടങ്ങൾ, നിങ്ങളുടെ അപ്ലൈന്റെ നേട്ടങ്ങൾ, നിങ്ങളുടെ ഓർഗനൈസേഷന്റെ നേട്ടങ്ങൾ, നിങ്ങളുടെ ലീഡർഷിപ്പിൽ നിൽക്കുന്നവരുടെ നേട്ടങ്ങൾ, ഇത് മുഴുവൻ നിങ്ങൾക്ക് പറയാം. നിങ്ങളത് ഷെയർ ചെയ്യണം. നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾ കമന്റുകൾ പറയണം. നിങ്ങൾ നിരന്തരം അതിനെക്കുറിച്ച് സ്റ്റോറീസ് നിങ്ങൾക്ക് എഴുതാം. ഈ ബിസിനസിന്റെ മനോഹാരിതയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാം. ഈ ബിസിനസ്സിലെ നേട്ടങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പറയാം. ദിസ് ഈസ് കോൾഡ് മാർക്കറ്റിംഗ്. അങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. അല്ലാതെ വെറുതെ നമുക്ക് യാതൊരു സന്തോഷമോ അല്ലെങ്കിൽ യാതൊരു ഗുണമോ ലഭിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ വെറുതെ നമ്മൾ ഷെയർ ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഇപ്പൊ ഈ ഒരു ഗ്രൂപ്പിൽ തന്നെ നിരവധി ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ മാത്രം എൻ്റെ അടുത്തേക്ക് വന്ന ആളുകളാണ്. സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിലുള്ള പല ആളുകളുമായിട്ട് ഞാൻ കണ്ടുമുട്ടില്ലായിരുന്നു. നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ നിങ്ങളുടെ ഒക്കെ മോദി കെയർ കാര്യങ്ങൾ അതുപോലെ തന്നെ സംഭവിക്കണം, അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ വി ഷുഡ് ഡു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യണം. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഒരു മെമ്പർ ആയതുകൊണ്ട് മാത്രം നമുക്ക് ബിസിനസ് വർദ്ധിക്കാൻ പോകുന്നില്ല. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എല്ലാവരും അതിനുവേണ്ടി നന്നായിട്ട് എഫേർട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നവരുടെ വിജയകഥകൾ നിരന്തരം മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് പ്രോസ്പെക്ട്സിനെ നിങ്ങൾക്ക് ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. സോ ലിസ്റ്റ് നമ്മൾ നന്നായിട്ട് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻവൈറ്റിംഗ് ഓർ അപ്പോയിന്റ്മെന്റ്. നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മൾ ആളുകളെ ക്ഷണിക്കുക എന്നുള്ളതാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോ നമ്മൾ രണ്ട് രീതിയിലാണ് ആളുകളെ നമ്മൾ കാണുന്നത്. ഒന്ന് സൂമിലൂടെ ആയിരിക്കും, അതല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഫോണിലൂടെ നമ്മൾ ശ്രമിക്കേണ്ടത് ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. മേ ബി അത് ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഓഫ്ലൈൻ അപ്പോയിന്റ്മെന്റ് ആയിരിക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഫോണിലൂടെ നമ്മൾ ഒരിക്കലും ബിസിനസ് പ്രസന്റേഷൻ അല്ല നമ്മൾ നടത്തേണ്ടത്. ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ ഓൺലൈനിലൂടെ ഒരു അപ്പോയിന്റ്മെന്റ് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കാര്യമാണ് നമ്മൾ ഫോണിലൂടെ നമ്മൾ ചെയ്യേണ്ടത്. ദെൻ ആ വ്യക്തിയുടെ വളരെ മൈൻഡ് ഫ്രീ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ അതിന് അദ്ദേഹത്തിന് ഒരു ചാൻസ് നമ്മൾ കൊടുക്കണം. തിരക്കുള്ള സമയത്ത് പോയി ബുദ്ധിമുട്ടിക്കരുത്. ദെൻ ഓപ്പർച്യൂണിറ്റി നമ്മൾ ഹിന്റ് ചെയ്യണം. ദെൻ രണ്ട് കാര്യങ്ങളാണ് ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഡിയർ ഫ്രണ്ട്സ്, വളരെയധികം ശ്രദ്ധിക്കുക. പലപ്പോഴും പല ആളുകൾക്കും ബിസിനസ്സിലേക്ക് എങ്ങനെയാണ് ആളുകളെ ഇൻവൈറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇൻവൈറ്റ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പ്രധാനമായ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഒന്ന് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ആണ്. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല ആളുകളുടെയും ബോഡി ലാംഗ്വേജ് വളരെ വീക്കാണ്. എന്ന് വെച്ചാൽ വേണോ വേണ്ടയോ, ശരിയാകുമോ ശരിയാകില്ലേ, ഞാൻ വിളിച്ചാൽ അവർക്ക് എന്ത് തോന്നും, അല്ലെങ്കിൽ ഞാൻ വിളിച്ചില്ലെങ്കിൽ അവർക്ക് എന്ത് തോന്നും, ഇനിയിപ്പോ അവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, ഇങ്ങനെയുള്ള ഒരുപാട് അബദ്ധ ധാരണകൾ വെച്ചുകൊണ്ടാണ് പല ആളുകളും അവസരത്തിലേക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്യുന്നത്, മോദിക്കയിലേക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ബോഡി ലാംഗ്വേജ്, നിങ്ങളുടെ ബോഡി എങ്ങനെ സംസാരിക്കുന്നു, ഹൗ യുവർ ബോഡി സ്പീക്സ്. നമ്പർ 2 സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിക്കുന്ന വാചകങ്ങൾ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പലർക്കും ഇത് അറിയാത്തത് കൊണ്ട് തന്നെ പലരും വളരെ ദുർബലമായ രീതിയിലാണ് പല ആളുകളും ക്ഷണിക്കുന്നത്. സോ നമ്മൾ ബിസിനസ്സിലേക്ക് ഒരാളെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങളുടെ കോൺഫിഡൻസും നിങ്ങളുടെ എക്സൈറ്റ്മെന്റും നിങ്ങൾ അവിടെ ഷോ ചെയ്യണം. ഇപ്പൊ ഞാനൊരു സുഹൃത്തിനെ വിളിക്കുകയാണ്, ഞാനിപ്പോ ഈ ബിസിനസ്സിലേക്ക് ഒരാളെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോ ബിജുവിനെ ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ, ഹലോ ബിജു, ഗുഡ് മോർണിംഗ്, എന്തൊക്കെയാണ് വിശേഷം, സുഖാണല്ലോ ബിജു, ഞാൻ ഈ അടുത്ത ദിവസം ഞാൻ ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു ബിസിനസ് അവസരത്തെ കുറിച്ച് കേട്ടു, എന്നിട്ട് എന്റെ പ്രോഡക്റ്റ് ഒക്കെ വാങ്ങിച്ചു, എനിക്ക് നന്നായിട്ട് തോന്നി ഈ ബിസിനസ് എനിക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിയുന്നുള്ളത്. സോ നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഈ ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും. സോ ബിജു, നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് നമുക്ക് കണ്ടാലോ. ഇങ്ങനെ ചോദിക്കാൻ നമുക്ക് പറ്റണം. ദിസ് ഈസ് കോൾഡ് ഇൻവിറ്റേഷൻ. ഇതിൽ എന്റെ കോൺഫിഡൻസ് ലെവൽ വളരെ ഹൈ ആയിരുന്നു, എന്റെ ബോഡി ലാംഗ്വേജ് വളരെ സ്ട്രോങ് ആയിരുന്നു, എന്റെ സ്ക്രിപ്റ്റ് വളരെ കറക്റ്റ് ആയിരുന്നു, ആ സ്ക്രിപ്റ്റിൽ വളരെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ പറയുന്ന വാചകങ്ങളെയാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇതിന് പകരം പല ആളുകളും വളരെ ദുർബലമായ രീതിയിലാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. അത് പാടില്ല. അത് മാത്രമല്ല, അപ്പോയിന്റ്മെന്റ് ടൈം ഞാനാണ് ഫിക്സ് ചെയ്തത്, ബിജു അല്ല.
ഞാൻ ചോദിച്ചില്ല ബിജുവിനോട് എപ്പോൾ കാണാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചില്ല. അതാണ് ഇവിടെ പറഞ്ഞിരുന്നത്. യു ഷുഡ് ഫിക്സ് ദ ടൈം ഫസ്റ്റ്. നിങ്ങളാണ് ആദ്യം ടൈം ഫിക്സ് ചെയ്യേണ്ടത്, അല്ലാതെ നിങ്ങളുടെ പ്രോസ്പെക്ട് അല്ല. പല ആളുകളും ചോദിക്കും എപ്പോഴാണ് കാണാൻ പറ്റുമെന്ന്. ആ ചോദ്യം മണ്ടത്തരമാണ്, അങ്ങനെ ചോദിക്കാൻ പാടില്ല. അതിന് പകരം ഞാൻ തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് കാണാൻ പറ്റുമോ എന്ന് ബിജുവിനോട് ചോദിക്കുമ്പോൾ ബിജു എന്നോട് തിരിച്ചു പറയുന്നു 9 മണിക്ക് പറ്റില്ല ജിഷാദ്, ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു 12 മണിക്ക് കാണാം. ഓക്കെ, ഐ എം റെഡി. 12 മണിക്ക് നമുക്ക് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ആയി. അല്ലെങ്കിൽ ബിജു എന്നോട് പറയുന്നു ജിഷാദ് ഈ ആഴ്ച ഭയങ്കര തിരക്കിലാണ്, 2 ദിവസം കഴിയട്ടെ. ഉടനടി ഞാൻ പറയുന്നു ബിജു ഒരു കാര്യം ചെയ്യൂ, 2 ദിവസം എന്ന് പറയുമ്പോൾ തിങ്കൾ ചൊവ്വ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, ബുധനാഴ്ച വൈകുന്നേരം 5 മണിക്ക് കണ്ടോട്ടെ. ഇങ്ങനെയാണ് ഞാൻ ചോദിക്കേണ്ടത്. അല്ലാതെ 2 ദിവസം കഴിഞ്ഞ് വിളിക്കുമെന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്യും. ഒരാഴ്ച കഴിഞ്ഞ് വിളിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയണം അങ്ങനെയാണെങ്കിൽ ഈ തിങ്കളാഴ്ച കഴിഞ്ഞ് അടുത്ത തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് ഞാൻ വരാം എന്ന് പറഞ്ഞിട്ടായിരിക്കണം അപ്പോയിന്റ്മെന്റ് നമ്മൾ എടുക്കേണ്ടത്, ഇൻവിറ്റേഷൻ നമ്മൾ ചെയ്യേണ്ടത്. എപ്പോഴും ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ടൈം ഫിക്സ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ ഫോൺ താഴെ വെക്കേണ്ടത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, ദെൻ എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ ഇൻവിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ഡിമാൻഡ് മോഡിൽ നമ്മൾ സംസാരിക്കണം. ഒരു നല്ല റാപ്പോ നമ്മൾ ബിൽഡ് ചെയ്യുന്നു, നല്ല റിലേഷൻഷിപ്പ് നമ്മൾ ബിൽഡ് ചെയ്യുന്നു, ദെൻ ഒരു റാപ്പോ നമ്മൾ ബിൽഡ് ചെയ്യണം. ഒരു ഡിമാൻഡ് മോഡിൽ നമ്മൾ സംസാരിക്കാൻ പഠിക്കണം. ഒരു ഡിമാൻഡ് മോഡിൽ, ബിക്കോസ് ഇറ്റ്സ് എ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഐ ഹാവ് എ ബെസ്റ്റ് ബിസിനസ്, ഞാൻ നിങ്ങൾക്ക് ഇത് ഓഫർ ചെയ്യാണ്, ഞാനിത് ഓഫർ ചെയ്യാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പ്രോസ്പെക്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ കഴിയുന്ന പ്രോഗ്രാമിലേക്കൊക്കെ അവരെ ഇൻവൈറ്റ് ചെയ്യാം. ഫോർ എൻ എക്സാമ്പിൾ, ഇപ്പോൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നടക്കുന്ന ഓപ്പർച്യൂണിറ്റി പ്രോഗ്രാം, ഞായറാഴ്ച രാവിലെ നടക്കുന്ന ഓപ്പർച്യൂണിറ്റി പ്രോഗ്രാം, ഞായറാഴ്ച 4 മണിക്ക് നടക്കുന്ന സെമിനാർ, ദെൻ വെള്ളിയാഴ്ചയിൽ നടക്കുന്ന പ്രോഡക്റ്റ് ട്രെയിനിങ്, ഇതിലേക്കൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോസ്പെക്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാം, അവരെ ഇൻഫോം ചെയ്യാം. സോ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, നമ്മുടെ ബിസിനസ് വളരെ സീരിയസ് ആയിട്ട് എന്തൊക്കെയോ നടക്കുന്നുണ്ട്. മോദിക്കർ ഈസ് വെരി ലൈവ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇൻവിറ്റേഷനിൽ ശ്രദ്ധിക്കാനുള്ളത്, അപ്പോയിന്റ്മെന്റ് എടുക്കാതെ അപ്പൊ കിട്ടുന്ന ഒരാളെടുത്ത് അപ്പൊ തന്നെ കയറി നിങ്ങൾ പ്ലാൻ പറയുക. അതൊരിക്കലും നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല, ഒരിക്കലും ഗുണം ചെയ്യില്ല. എപ്പോഴും ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് മാത്രമേ നിങ്ങൾ ഓപ്പർച്യൂണിറ്റി സംസാരിക്കാവൂ. അതുപോലെ തന്നെ നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന പ്രോസ്പെക്റ്റിന്റെ ഇപ്പോഴത്തെ ബിസിനസ്, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ കൊറോണ വന്ന ഒരുപാട് പേരുടെ ബിസിനസ് വലിയ പ്രശ്നത്തിലാണ്. അപ്പൊ നിങ്ങളൊരു വ്യക്തിയെ വിളിക്കുന്ന സമയത്ത് അദ്ദേഹം പറയാണ് ഹലോ, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ, ഞാനിപ്പോ വേറൊരു വ്യക്തിയെ ഞാൻ വിളിക്കാം, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോ ശാന്ത, അല്ലെങ്കിൽ ഇവരുടെ റഫീഖ് ഉണ്ട്, കുറെ ജഷീർ കൂട്ടുങ്ങൽ, ദെൻ കോമളവല്ലി, കുറെ ആളുകളെ ഞാൻ ഇവിടെ ഇങ്ങനെ ഇതിൽ കാണുന്നുണ്ട്, അൻവർ ഷാ, അനിൽ ദാസ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഒരു അനിൽ ദാസിനെ വിളിക്കാം. അപ്പൊ അനിൽ ദാസിനെ വിളിച്ചിട്ട് ഞാൻ പറയണം, ഹായ് അനിൽ, ഗുഡ് മോർണിംഗ്, എന്തൊക്കെയാണ് വിശേഷം, സുഖാണല്ലോ, എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? അപ്പൊ അനിൽ പറയണ, ഇല്ല ഇപ്പൊ ബിസിനസ് ഒക്കെ ഭയങ്കര മോശമാണ്. അപ്പൊ അനിൽ ഒരു എക്സാമ്പിൾ പറയണം, അനിൽ ഇപ്പൊ ഒരു ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യാൻ കഴിക്കാം. അപ്പൊ അനിൽ പറയാണ്, ഇപ്പോ ഡ്രൈവിംഗ് ഒക്കെ ഭയങ്കര മോശമാണ്, ടാക്സി ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മൾ പറയണം, അതല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്, ഇപ്പൊ ടാക്സിക്കാർക്കൊന്നും പണിയില്ല, ടാക്സി ഒന്നും ഓടിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഇനിയിപ്പോ എന്താ കാര്യമുള്ളത് ടാക്സി ഓടിച്ചിട്ട്? നിങ്ങൾ ആ ടാക്സി ഒക്കെ വിൽക്കുക, എന്നിട്ട് നിങ്ങൾ മോദിക്കറി ചെയ്യും. ഇങ്ങനെയൊന്നും പറയരുത്. നിലവിലുള്ള അവരുടെ കറന്റ് സിറ്റുവേഷൻ ഒരിക്കലും നിങ്ങൾ അറ്റാക്ക് ചെയ്യരുത്. അത് ഭയങ്കര മോശമാണ്, ഒരിക്കലും അവരുടെ കറന്റ് സിറ്റുവേഷൻ അറ്റാക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. കാരണം ആ ജോലിയിൽ നിന്നാണ് അദ്ദേഹം ഇതുവരെ ജീവിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ജീവിത നിലവാരത്തിനെ അല്ലെങ്കിൽ ആ ജീവിതത്തിനെ നമ്മൾ ഒരിക്കലും ബ്ലെയിം ചെയ്യാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, വളരെ ജെന്റിൽ ആയിട്ട് നല്ല ബോഡി ലാംഗ്വേജോട് കൂടി നല്ലൊരു റാപ്പോ ബിൽഡ് ചെയ്തുകൊണ്ട് ശ്രദ്ധിക്കുക. എപ്പോഴും ഓർക്കേണ്ട കാര്യം, യുവർ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് യുവർ ലാസ്റ്റ് ഇംപ്രഷൻ. നമ്മൾ പഠിച്ചിരിക്കുന്ന ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ്. പക്ഷെ ഇന്ന് വളരെ ഫാസ്റ്റ് ആണ് ലോകം. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ലാസ്റ്റ് ഇംപ്രഷൻ. നിങ്ങൾക്ക് വേറൊരു രണ്ടാമതൊരു ചാൻസ് നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വെൽ പ്രിപ്പയർഡ് ആയിട്ടായിരിക്കണം ഒരാളെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യേണ്ടത്. വെൽ പ്രിപ്പയർഡ്. പല ആളുകളും കിടന്നുകൊണ്ടൊക്കെ വിളിക്കരുത്. യുവർ ബോഡി ലാംഗ്വേജ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. കിടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും ലേസി മൂഡിലൊന്നും ബിസിനസ്സിലേക്ക് പുതിയൊരാളെ ഇൻവൈറ്റ് ചെയ്യരുത്. വളരെ പ്രൊഫഷണൽ ആയിട്ട് ഇൻവൈറ്റ് ചെയ്യണം. ഓൾവേസ് ടേക്ക് കെയർ അബൌട്ട് യുവർ ബോഡി ലാംഗ്വേജ് ആൻഡ് സ്ക്രിപ്റ്റ്. എന്ത് സംസാരിക്കാൻ പോകുന്നു, അത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം അങ്ങനെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് മനസ്സിലാവും എന്തോ ഒരു പുതിയ അവസരമാണ് വന്നിരിക്കുന്നത്. ആ ഒരു ഓപ്പണിംഗ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നിടത്താണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇൻവിറ്റേഷൻ ശ്രദ്ധിക്കണം. നെക്സ്റ്റ്, ഷോ ദ പ്ലാൻ. ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ സ്റ്റെപ്പ്, അതായത് 4 ബേസിക്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ബിസിനസ് പ്ലാൻ ഷോ ചെയ്യുക എന്ന് പറയുന്നത്. ഒരു ബിസിനസ് പ്ലാൻ ഷോ ചെയ്യുന്നതിന് 5 സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പിലൂടെ തന്നെയായിരിക്കണം നിങ്ങൾ പ്ലാൻ പറയേണ്ടത്. നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ പ്ലാൻ പറയുന്നതല്ല പ്ലാൻ പ്രസന്റേഷൻ പറയുന്നത്. ആദ്യം നമ്മൾ ഒരു ഡ്രീം ബിൽഡ് ചെയ്യുന്നു, പ്രോസ്പെക്ട്സിന്റെ ബെനിഫിറ്റ്സ് പറയുന്നു. നമ്മുടെ പരിവർത്തൻ, നമ്മളുടെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷന്റെ വളരെ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ പുതിയ പ്രസന്റേഷൻ വിതിൻ 1 വീക്ക് നമ്മൾ റിലീസ് ചെയ്യാൻ പോവാണ്, പുതിയ ബിസിനസ് പ്രസന്റേഷൻ.
വളരെ ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. സോ ആദ്യം നമ്മൾ ഡ്രീം ബിൽഡിംഗ് നമ്മൾ ചെയ്യുന്നു, ദെൻ അതിനുശേഷം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നമ്മൾ സംസാരിക്കുന്നു, അതിനുശേഷം കമ്പനിയുടെ ക്രെഡിബിലിറ്റി പാർട്ട് നമ്മൾ സംസാരിക്കുന്നു, അതിനുശേഷം പ്രൊഡക്റ്റിന്റെ പൊട്ടൻഷ്യൽ സംസാരിക്കുന്നു, ദെൻ സപ്പോർട്ട് സ്ട്രക്ചർ, സിസ്റ്റം, ട്രെയിനിങ്. ഇങ്ങനെയായിരിക്കണം നമ്മൾ കാര്യങ്ങൾ നമ്മൾ പറയേണ്ടത്. പ്രോസ്പെക്ട്, ബെനിഫിറ്റ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, കമ്പനി, പ്രൊഡക്റ്റ് ആൻഡ് പൊട്ടൻഷ്യൽ, ദാറ്റ് മീൻസ് പ്ലാൻ, ദ സപ്പോർട്ട് സ്ട്രക്ചർ, സിസ്റ്റം ആൻഡ് ട്രെയിനിങ്. ഈ രീതിയിലായിരിക്കണം. ചില ആളുകൾ ചെന്ന് ആദ്യം തന്നെ പ്രൊഡക്റ്റ് പറയും, അപ്പൊ അവർ ചോദിക്കും ഇതേതാ കമ്പനി, അപ്പൊ കമ്പനിയെ കുറിച്ച് പറയും. അപ്പൊ ഇതെന്താ പരിപാടി, അത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണെന്ന് പറയും. മണ്ടത്തരം ചെയ്യരുത് പ്ലീസ്. ദിസ് ഇസ് കോൾഡ് സിസ്റ്റം. ആദ്യം പ്രോസ്പെക്ട്സിന്റെ ബെനിഫിറ്റ് പറയണം, എങ്കിലേ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ ബെനിഫിറ്റ് പറഞ്ഞതിന് ശേഷം നമ്മൾ ബിസിനസ് മോഡൽ പറയുന്നു, അതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ദെൻ അതിന് കഴിഞ്ഞ ശേഷം നമ്മൾ കമ്പനി എന്താണെന്ന് പറയുന്നു, ക്രെഡിബിലിറ്റി. അതിനുശേഷം പ്രൊഡക്റ്റും പ്ലാനും അതിന്റെ പൊട്ടൻഷ്യൽ നമ്മൾ പറയുന്നു. ദെൻ എങ്ങനെ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും, അതിന്റെ സപ്പോർട്ട് സ്ട്രക്ചറിനെ കുറിച്ച് പറയുന്നു. ദിസ് ഈസ് ദ ഓർഡർ. ദിസ് ഈസ് ദ ഓർഡർ. ഈ ഓർഡറിലായിരിക്കും നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഈ ഓർഡറിൽ നമ്മൾ മുന്നോട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു പക്ഷേ വളരെ സ്മാർട്ട് ആയിരിക്കും, പക്ഷെ നിങ്ങളുടെ ടീമിലുള്ളവർ സ്മാർട്ട് ആവണമെന്നില്ല. എന്താ സംഭവിക്കുക, ഡ്യൂപ്ലിക്കേഷൻ നടക്കില്ല. നിങ്ങൾ മാത്രം പ്ലാൻ പറയുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. അതല്ല നല്ല ടീം എന്ന് പറയുന്നത്. നിങ്ങൾ വളരെ മിടുക്കനായിട്ടുള്ള ഒരു ലീഡറാണ്, എന്നാൽ നിങ്ങളുടെ ടീമിൽ ആരും പ്ലാൻ പറയില്ല. എന്നാൽ മറ്റൊരു ടീം വളരെ ആവറേജ് പേഴ്സൺ ആയിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം കുഴപ്പമില്ലാതെ പ്ലാൻ സംസാരിക്കും, എന്നാൽ അദ്ദേഹത്തിന്റെ ടീമിലെ ഭൂരിഭാഗം പേരും പ്ലാൻ പറയും എന്നുണ്ടെങ്കിൽ, ആ രണ്ടാമത് പറഞ്ഞ ടീമാണ് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പോകുന്നത്. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ, ഒരു സംശയവും വേണ്ട. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രസന്റേഷൻ നമ്മുടെ ബിസിനസിന്റെ കീ ആണെന്നുള്ളത് ഓർക്കുക എല്ലാവരും. നമ്മുടെ ബിസിനസിന്റെ കീ എന്ന് പറയുന്നത് പ്രസന്റേഷൻ ആണ്. നമ്മുടെ പ്രസന്റേഷൻ ഏറ്റവും എഫക്റ്റീവ് ആക്കാനുള്ള സിമ്പിൾ സീക്രട്ട് ആണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. ടേക്ക് ദ ഓണർഷിപ്പ് ടുഡേ. നിങ്ങളുടെ പ്രസന്റേഷൻ വളരെ സ്ട്രോങ് ആക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ, ഓണർഷിപ്പ് എടുക്കാൻ നമ്മൾ തയ്യാറാവുക, ഉടമസ്ഥ അവകാശം നമ്മൾ എടുക്കാൻ തയ്യാറാവുക. ആ ഉടമസ്ഥ അവകാശമാണ് ബിസിനസ്സിൽ നമ്മളെ ശരിക്കും സീരിയസ് ആക്കുന്നത്. പല ആളുകളും സീരിയസ് അല്ല ബിസിനസ്സിൽ. പല ആളുകളും ബിസിനസ്സിൽ സീരിയസ് അല്ല. അവരുടെ അപ്ലൈൻ ആണ് അവർക്ക് വേണ്ടി സംസാരിക്കുന്നത്, അവരുടെ ലീഡർഷിപ്പിൽ നിൽക്കുന്നവരാണ് അവർക്ക് വേണ്ടി സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, ബിസിനസ്സിൽ നിങ്ങൾക്ക് വളരെ ശക്തമായ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഓണർഷിപ്പ് എടുക്കാൻ നിങ്ങൾ തയ്യാറാവും. പ്ലാൻ പഠിക്കാൻ ഇന്ന് വളരെ സിമ്പിൾ ആണ്. ഒരാഴ്ചയിൽ 3 തവണ പ്ലാൻ പ്രസന്റേഷൻ നടക്കുന്നുണ്ട്. തിങ്കൾ, വ്യാഴം, ഞായർ, 3 ദിവസങ്ങളിൽ പ്ലാൻ പ്രസന്റേഷൻ നടക്കുന്നുണ്ട്. അതൊന്ന് കേട്ടിരുന്നാൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്ലാൻ പഠിക്കാൻ പറ്റും. ഈ പ്ലാൻ പ്രസന്റേഷനിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട, ബിസിനസ് അവതരണത്തിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട സിസ്റ്റം എന്താണ്? ഇറ്റ്സ് നത്തിങ് ബട്ട് 4-to-1 പ്രിൻസിപ്പിൾ. അത് 4-to-1 പ്രിൻസിപ്പിൾ ആണ്. ബിസിനസ് ഓപ്പണിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിൽ നമ്മൾ 4-to-1 പ്രിൻസിപ്പിളിനെ കുറിച്ച് വളരെ വ്യക്തമായി നമ്മൾ പറയുകയാണ് ചെയ്യുന്നത്. ബിസിനസ് ഓപ്പണിംഗ് പ്രീ ബിസിനസ് കോച്ചിങ് പ്രോഗ്രാമിൽ നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് പറയുന്നതെങ്കിൽ, ബിസിനസ് ഓപ്പണിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിൽ നമ്മൾ മുന്നോട്ടുള്ള ഒരു റൂട്ട് മാപ്പാണ് നമ്മൾ കയ്യിൽ കൊടുക്കുന്നത്. അവരുടെ മെന്റൽ സൈഡും അതുപോലെ തന്നെ ഫിസിക്കൽ സൈഡും. മെന്റലി അവർ ഒരു എന്റർപ്രണർ മൈൻഡ് സെറ്റിലേക്ക് വരണം. അറ്റ് ദ സെയിം ടൈം ഫിസിക്കലി അവർ ചെയ്യേണ്ട ഫിസിക്കൽ എക്സസൈസും നമ്മൾ BOT പ്രോഗ്രാമിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ് ചെയ്യുന്നത്. 4-to-1 പ്രിൻസിപ്പിൾ, 4 പ്രസന്റേഷൻ ഡെയിലി, 4 പ്രസന്റേഷൻ ഡെമോൺസ്ട്രേഷൻസ് ഡെയിലി നമ്മൾ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. യു ആർ എ സീരിയസ് ബിസിനസ് ഓണർ. യു ആർ എ സീരിയസ് ബിസിനസ് ഓണർ. യു ഷുഡ് ടേക്ക് ദ ലീഡർഷിപ്പ്. നിങ്ങൾ ലീഡർഷിപ്പിലേക്ക് വരണം, നിങ്ങൾ നേതൃത്വത്തിലേക്ക് വരണം. നിങ്ങൾ ഡെയിലി 4 പ്രസന്റേഷൻ നിങ്ങൾ കൊടുക്കണം. 2 പ്രൊഡക്റ്റ് നിങ്ങൾ ഡെയിലി പഠിക്കണം. ഒരു പ്രോഗ്രാം നിങ്ങൾ ഡെയിലി അറ്റൻഡ് ചെയ്യണം. ഒരു പ്രോഗ്രാം നിങ്ങൾ ഡെയിലി അറ്റൻഡ് ചെയ്യണം. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അത് നിങ്ങൾ അറ്റൻഡ് ചെയ്തേ പറ്റൂ, വേറെ വഴിയില്ല. സോ 4-to-1 പ്രിൻസിപ്പിൾ നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. 4 പ്രസന്റേഷൻസ് നിങ്ങൾ ഡെയിലി ചെയ്യുന്ന സമയത്ത് ടീം ബിൽഡിംഗ് സ്ട്രോങ് ആവുന്നു. ടീം ബിൽഡിംഗ് സ്ട്രോങ് ആവുന്നു. 4 പ്രസന്റേഷൻ ചെയ്യുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മാസം 4 പ്രസന്റേഷൻ ദിവസേന നടത്തി കഴിഞ്ഞാൽ എത്ര പേരാണ് ഒരു മാസം ടീമിലേക്ക് വരുന്നത്? ഏകദേശം 120 മെമ്പേഴ്സ്. സോ ടീം ബിൽഡിംഗ്, ടീമിന്റെ സൈസ് കൂടുന്നു. ദെൻ 2 പ്രൊഡക്റ്റ് നോളജ് നിങ്ങൾ ഡെയിലി പഠിക്കുന്ന സമയത്ത് സെൽഫ് ബിൽഡിംഗ്, നിങ്ങൾക്ക് ഒരു സെൽഫ് നോളജ് ബിൽഡപ്പ് ആവുന്നു. ദെൻ ഡെയിലി ഒരു ഇവന്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേരുടെ എക്സ്പീരിയൻസിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഡ്രീം ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. സോ ടീം ബിൽഡിംഗ്, സെൽഫ് ബിൽഡിംഗ് ആൻഡ് ഡ്രീം ബിൽഡിംഗ്, ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, ദെൻ അറ്റൻഡ് ഇവന്റ്സ്. ഇതാണ് 4ാമത്തെ സ്റ്റെപ്പ്. 4 ബേസിക്സിൽ 4ാമത്തെ കാര്യം. ലിസ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്തു, ആളുകളെ ഇൻവൈറ്റ് ചെയ്തു, പ്ലാൻ നമ്മൾ പ്രസന്റ് ചെയ്തു, ദെൻ അറ്റൻഡ് ഇവന്റ്സ്. എപ്പോഴും നിങ്ങളുടെ ടീമിനുള്ളിൽ ഒരു ലേണിംഗ് കൾച്ചർ നിങ്ങൾ കൊണ്ടുവരിക. ഇപ്പൊ സൂം ഉള്ളത് കൊണ്ട് വളരെ ഈസിയാണ്. വീക്ക്ലി നിങ്ങൾക്ക് റെഗുലർ പ്രോഗ്രാംസ് നിങ്ങൾക്ക് വെക്കാം. സോ ഒരു ലേണിംഗ് കൾച്ചർ നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ പ്രൊഡക്റ്റ് നോളജ് ഈസ് വെരി എസെൻഷ്യൽ. പ്രൊഡക്റ്റ് നോളജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എവറി ഫ്രൈഡേ
7:30 പ്രൊഡക്റ്റ് നോളജ് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. അത് കൂടാതെ എല്ലാ ദിവസവും 3 മണിക്ക് കമ്പനിയുടെ പ്രൊഡക്റ്റ് മാനേജർ നമുക്ക് ട്രെയിനിങ് തരുന്നു. അതുപോലെ തന്നെ ഏരിയ സെയിൽസ് മാനേജർ നമുക്ക് ട്രെയിനിങ് തരുന്നു. സോ പ്രൊഡക്റ്റ് നോളജ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ബാക്ക് ബോൺ ഓഫ് സക്സസ്ഫുൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്. ഇവന്റുകളാണ് ഒരു വളരെ ശക്തമായ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. സോ പ്രൊഡക്റ്റ് ട്രെയിനിങ് ഒരിക്കലും മിസ് ചെയ്യാൻ നമ്മൾ പാടില്ല. നല്ല പുസ്തകങ്ങൾ വായിക്കുക, നല്ല പുസ്തകങ്ങൾ വായിക്കാൻ നമ്മൾ ശ്രമിക്കുക. മോദി കേരളയിൽ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് നോളജും നമ്മുടെ കണക്ട് മാഗസിനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് നമുക്ക് തരുന്നുണ്ട്. ദാറ്റ് മീൻസ് മലയാളം പ്രൊഡക്റ്റ് ബുക്ക്, ഇംഗ്ലീഷ് പ്രൊഡക്റ്റ് ട്രെയിനിങ്സ്, നമ്മുടെ PDF കാറ്റലോഗ്സ്, ഒട്ടുമിക്ക എല്ലാ പ്രൊഡക്ട്സും കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള PDFs കമ്പനി നമുക്ക് തരുന്നുണ്ട്. വായിക്കണം, പഠിക്കണം. ദെൻ മോട്ടിവേഷണൽ ടിപ്സ് നമ്മൾ ഡെയിലി നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക. യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ നല്ല നല്ല പോസിറ്റീവ് ആയിട്ടുള്ള മോട്ടിവേഷണൽ സ്റ്റോറീസ് അവൈലബിൾ ആണ്. അത് നമ്മൾ കാണണം. ഇതെല്ലാം ഇവന്റ്സിന്റെ ഭാഗമാണ്. ഇവന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ഡെവലപ്പ് ചെയ്യാൻ, ഷാർപ്പ് ചെയ്യാൻ സഹായിക്കുന്ന എന്തൊക്കെ ഇവന്റുകൾ ഉണ്ടോ അതൊക്കെ അറ്റൻഡ് ചെയ്യാം. മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞത്. Then try to educate what is the importance and support of system. നമ്മുടെ ടീമിലുള്ള ആളുകളെ നമ്മൾ എപ്പോഴും എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്താണ് സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഓക്കെ, ദെൻ ലേൺ യുവർ ഇൻകം പ്ലാൻ. ബിസിനസ് ഓപ്പണിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിൽ നമ്മൾ നിർബന്ധമായിട്ടും പഠിപ്പിക്കേണ്ട കാര്യമാണ് എങ്ങനെ ഒരു ഡയറക്ടർ ആവാം. വേറെ ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ബിസിനസ് ഓപ്പണിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിൽ സ്മാപ്പ് അൺലിമിറ്റഡിന്റെ പ്രത്യേകത എന്താണ്, എന്തൊക്കെ തരം ബോണസുകൾ ഉണ്ട്. 10 തരം ബോണസുകൾ കമ്പനി നമുക്ക് തരുന്നു. അത് എന്തൊക്കെയാണ് ബോണസ്, എന്തൊക്കെയാണ് അത് നമ്മൾ പഠിപ്പിക്കണം. മോദി കെയർ നമുക്ക് ടോട്ടൽ ബിസിനസ് വോളിയത്തിന്റെ 62% പേ ഔട്ട് തരുന്നുണ്ട്. നമുക്ക് പഠിപ്പിക്കണം നമ്മൾ വളരെ നിർബന്ധമായിട്ട് പഠിപ്പിക്കണം. ഓക്കെ, ഈ 10 ബോണസുകൾ എന്താണെന്നുള്ളത് നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ആദ്യം അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്താണ്? 2 ബെനിഫിറ്റ്സ് ആണ്, കൺസെപ്ഷനും അതുപോലെ തന്നെ റീറ്റെയിൽ പ്രോഫിറ്റും. 2400 രൂപ MRP ഉള്ള ഉൽപ്പന്നം 2000 രൂപയ്ക്ക് തരുന്നു. സോ 400 രൂപ നിങ്ങളുടെ റീറ്റെയിൽ പ്രോഫിറ്റ് ആണ്. സോ ബിഗിനിങ് സ്റ്റേജിൽ വരുന്ന ബിസിനസ് ഓപ്പണിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹീസ് എ ബിഗിനർ. സോ ആ വ്യക്തിക്കാണ് നമ്മൾ ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, എന്താണ് ബിഗിനിങ് സ്റ്റേജിൽ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ APB, അക്യുമുലേറ്റീവ് പെർഫോമൻസ് ബോണസ്. 2500 ബിസിനസ് വോളിയം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ വരുന്ന പെർസെന്റേജ് നമ്മൾ 7% വരുന്നത്. സോ നിങ്ങളുടെ പേഴ്സണൽ ബിസിനസ് വോളിയത്തിന് 175 രൂപ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നു. സോ നിങ്ങളുടെ താഴെ നിങ്ങൾ അതുപോലെ തന്നെ ഒരാളെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ വോളിയത്തിന്റെ എമൗണ്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവുന്നു, ആ വ്യക്തിക്കും അദ്ദേഹത്തിന്റെ എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നു. അതേസമയം നിങ്ങൾ 4 പേരെ ജോയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പെർസെന്റേജ് 10% ആവുന്നു. ബിക്കോസ് നിങ്ങളുടെ ടോട്ടൽ 2500 × 5 ആണ് വരുന്നത്. സോ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് 8000 ബിസിനസ് വോളിയത്തിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് നിങ്ങൾ 10%ലേക്ക് എത്തുന്നു. സോ നിങ്ങൾക്ക് 550 രൂപ നിങ്ങൾക്ക് വരുമാനമായിട്ട് ലഭിക്കുന്നു. ഇതൊന്ന് നമ്മുടെ കൂടെയുള്ളവർക്ക് നമ്മളൊന്ന് പഠിപ്പിച്ചു കൊടുക്കാം. ബിഗിനിങ് സ്റ്റേജിൽ വരുന്ന ആളുകൾക്ക് പഠിപ്പിക്കേണ്ട കാര്യമാണ് എങ്ങനെ ഡയറക്ടർ ആവാം. സോ നിങ്ങളുടെ ടോട്ടൽ PV 4000 ബിസിനസ് വോളിയത്തിൽ പറയുകയാണെങ്കിൽ 1,08,027 വന്നാൽ നിങ്ങൾ ഡയറക്ടർ 16%ലേക്ക് നിങ്ങൾ എത്തുന്നു. ഇത് ബിസിനസ്സിലെ ബിഗിനേഴ്സിന് വേണ്ടി നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. BOT പ്രോഗ്രാമിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്. പല ഭാഗങ്ങൾ നമ്മൾ സംസാരിച്ചു. BOT പ്രോഗ്രാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം എന്ന് പറയുന്നത് എംപ്ലോയിൽ നിന്ന് ഓൺട്രപ്രണറിലേക്കുള്ള ഒരു ഷിഫ്റ്റ് ആണ്. ഓക്കെ, അതിനുശേഷം പിന്നീട് എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സിസ്റ്റം ഫ്ലോ ചാർട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ആ ഒരു ഫ്ലോ സൈക്കിൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അതിനുശേഷം നമ്മൾ 4 ബേസിക്സ് പ്രാക്ടിക്കലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം ബിസിനസ് പ്ലാനിൽ ആദ്യത്തെ ടൈറ്റിൽ ഡയറക്ടർ ടൈറ്റിൽ എങ്ങനെയാണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത് അത് നമ്മൾ സംസാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ബിസിനസ് ഓപ്പണിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിന് ശേഷം നമ്മൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകളോട് നമ്മൾ പറയുന്നത് ലെറ്റ് സ്റ്റാർട്ട് 1 വീക്ക് കോഴ്സ്. ഇനി നിങ്ങൾക്ക് 1 വീക്ക് കോഴ്സിലേക്ക് നിങ്ങൾക്ക് കിടക്കാം. ഡെയിലി ഡിജിറ്റൽ മെത്തേഡ് ഓഫ് ഓപ്പറേഷൻസ്, നമ്മളുടെ DDMO പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് കിടക്കാം. സോ അവിടെ നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക. എവറി മൺഡേ 7:30 ബിസിനസ് ഓപ്പർച്യൂണിറ്റി മീറ്റിംഗ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോസ്പെക്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആർക്ക് ഏത് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാന്നുള്ളത് നമുക്കൊരു ഐഡിയ വേണം. ദെൻ ട്യൂസ്ഡേയിൽ ശുരുവാത് പ്രോഗ്രാം ഉണ്ട്. ഇത് ജോയിൻ ചെയ്തവർക്ക് മാത്രമുള്ളതാണ്, പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ശുരുവാത്. വെനസ്ഡേ 7:30 PM വർക്ക് വിത്ത് പ്ലാൻ, വീണ്ടും ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. Then Thursday 7:30 പരിവർത്തൻ, you can invite prospects. Then Friday 7:30 product training. സോ ഇന്നലെ രാത്രി കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഈ പ്രസന്റേഷൻ എനിക്ക് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ട്. എനിവേ ഞാനത് കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാം. പറഞ്ഞു വന്ന കാര്യം, ഈ ബിസിനസ് ഓപ്പണിംഗ് ട്രെയിനിങ് പ്രോഗ്രാം ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മൾ എല്ലാവരെയും നമ്മൾ DDMO പ്രോഗ്രാമിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യേണ്ടത്.
നമ്മുടെ DDMO പ്രോഗ്രാം ഒരു വമ്പൻ ഹിറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകളാണ് എവ്രി ഡേ more than 600, 800 മെമ്പേഴ്സ് ആണ് റെഗുലർ ആയിട്ട് പ്രസന്റേഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതിനു മുമ്പ് നമ്മൾ അവർക്ക് പ്രീ ബിസിനസ് കോച്ചിങ് പ്രോഗ്രാമും ബിസിനസ് ഓപ്പണിംഗ് ട്രെയിനിങ് പ്രോഗ്രാമും കൊടുത്തിട്ടായിരിക്കണം നമ്മൾ അവരെ ഇതിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യേണ്ടത്. സോ നിങ്ങളുടെ മീറ്റിംഗ് നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ ഡൗൺലൈൻസുമായിട്ട് ഷെഡ്യൂൾ ചെയ്യുക. ദെൻ ലെറ്റ് സ്റ്റാർട്ട് ആസാദി ജേണി. ഇന്ന് തന്നെ നിങ്ങളുടെ ടീമിലുള്ളവരുമായിട്ട് നിങ്ങളൊരു ബിസിനസ് ഓപ്പണിംഗ് ട്രെയിനിങ് പ്രോഗ്രാം നിങ്ങൾ ഇന്ന് തന്നെ ഷെഡ്യൂൾ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ടീമിലുള്ള പുതിയ ആളുകളോട് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് നിങ്ങൾ എടുക്കുക. ഓക്കെ, സോ എല്ലാവരെയും ഞാൻ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായതിൽ ഒരുപാട് അഭിനന്ദിക്കുന്നു. ബിസിനസ് ഓപ്പണിംഗ് ട്രെയിനിങ് പ്രോഗ്രാം ഏതൊരു കൊച്ചുകുട്ടിക്കും ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിപ്പോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആസ് ഓഫ് നൗ നമ്മൾ ഫേസ്ബുക്ക് ലൈവ് നമ്മളിപ്പോ സ്റ്റോപ്പ് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു 5 മിനിറ്റ് നമ്മൾ സംസാരിക്കും. സോ ബിസിനസ് ഓപ്പണിംഗ് ട്രെയിനിങ് പ്രോഗ്രാം പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. ഈ ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടെ ആശംസിക്കുന്നു. ഈ ഒരു പ്രോഗ്രാം ദാറ്റ് മീൻസ് നമ്മളുടെ ടീം ഗ്ലോബൽ ലേണിംഗ് സിസ്റ്റം പ്രോഗ്രാമിൽ വളരെയധികം മൈലേജ് തരുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു വ്യക്തി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഉടനെ തന്നെ പ്രീ ബിസിനസ് കോച്ചിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നു. അതിനുശേഷം ബിസിനസ് ഓപ്പണിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് വരുന്നു. അതിനുശേഷം ഡെയിലി ഡിജിറ്റൽ മെത്തേഡ് ഓപ്പറേഷൻസിലേക്ക് പോകും. വളരെ വ്യക്തമായ വളരെ ക്ലാരിറ്റിയുള്ള ഒരു റൂട്ട് മാപ്പ് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ലഭിച്ചു കഴിഞ്ഞു. സോ ഇനി നെക്സ്റ്റ് തന്നെ നിങ്ങൾ DDMO പ്രോഗ്രാമിന്റെ ഭാഗമാവുക. ദാറ്റ് മീൻസ് ഡെയിലി ഡിജിറ്റൽ മെത്തേഡ് ഓഫ് ഓപ്പറേഷൻസിന്റെ ഭാഗമാവുക. എല്ലാ ദിവസവും പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക. പുതിയ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു പ്രോഗ്രാം അറ്റ്ലീസ്റ്റ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 15 ഡേയ്സ് ലേണിംഗ് പ്രോഗ്രാം ആയിട്ട് നിങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് അറ്റ്ലീസ്റ്റ് ഒരു 10-15 ഡേയ്സ് നിങ്ങൾ ആ ഒരു എഡ്യൂക്കേഷനിലൂടെ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അബദ്ധങ്ങൾ ചെന്ന് ചാടേണ്ടി വരില്ല. നിങ്ങൾ ഈ ബിസിനസ് മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്ത് അവരെന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരമില്ലാതെ പോവില്ല. നിങ്ങൾക്ക് വളരെ ബോൾഡ് ആയിട്ട് നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ബിക്കോസ് ഫൗണ്ടേഷൻ ഈസ് വെരി സ്ട്രോങ്. എപ്പോഴും ഓർക്കുക, ഒരിക്കൽ നമ്മൾ ഒരു ബിൽഡിംഗ് നമ്മൾ പണിത് ഉയർത്തി കഴിഞ്ഞാൽ പിന്നീട് ആ ബിൽഡിംഗ് വലുതാക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ തറയ്ക്ക് ആ ഫൗണ്ടേഷൻ നല്ല സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ആ ഫൗണ്ടേഷൻ തന്നെ നമ്മൾ ഒരു പക്ഷേ പൊളിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഒരു വലിയ ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യാൻ ഇതുപോലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ വളരെ നിർബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ്, ബിസിനസ് ഓപ്പണിംഗ് ട്രെയിനിങ് പ്രോഗ്രാം നിർബന്ധമായിട്ടും നിങ്ങളുടെ ടീമിലുള്ള പുതിയ ആളുകളെ നിങ്ങൾ നിർബന്ധമായിട്ടും അവരെ ഒരു പ്രോഗ്രാം പരിശീലിപ്പിക്കണം. അതിലൂടെ ആയിരിക്കണം ആളുകളെ പ്രോസസ്സ് ചെയ്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും തൽക്കാലം വലിയ വിജയങ്ങളുടെ വലിയ ഒരു ഘോഷയാത്ര തന്നെ ഞാൻ ഇവിടെ നേരെയാണ്. ഇപ്പോൾ ഞാൻ നന്ദി പറയാൻ പോകുന്നത് ഫേസ്ബുക്ക് ലൈവ് ഓൾറെഡി ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് ഫേസ്ബുക്ക് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന നാളെ ഈ പ്രോഗ്രാം ഒരുപാട് പേര് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സെഷൻ ആയതുകൊണ്ട് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമാണ് ഞാൻ ആദ്യം നന്ദി പറയുന്നത്. താങ്ക് യു വെരി മച്ച്. വിഷിംഗ് യു എ വണ്ടർഫുൾ ഫ്യൂച്ചർ വിത്ത് മോദി കെയർ.